السلام عليكم ورحمة الله وبركاته. إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, ഷെയ്ഖ് അബ്ദുർ റസാഖ് അൽ ബദർ ഹഫിളഹുള്ളയുടെ ഫിഖ്ഹുൽ അസ്മാഇൽ ഹുസ്ന എന്ന് പറയുന്ന പുസ്തകത്തെ ആസ്പദമാക്കിയാണ് അള്ളാഹുവിന്റെ അസ്മാകളും സിഫാത്തുകളും നാമങ്ങളും ഗുണഗണങ്ങളും സംബന്ധിച്ച ക്ലാസ് എടുക്കാൻ ഉദ്ദേശിക്കുന്നത്. ഇതിൽ അള്ളാഹുവിന്റെ ഇസ്മുകളെക്കുറിച്ചും അതിന്റെ അർത്ഥങ്ങളും ആശയങ്ങളും സംബന്ധിച്ച് ഉള്ള ഭാഗങ്ങൾ വരുന്നത് ഏകദേശം ഒരു 10-50 പേജ് അപ്പുറത്താണ്. അതുവരെയുള്ള ചർച്ച അള്ളാഹുവിന്റെ ഇസ്മുകളെക്കുറിച്ചും സിഫത്തുകളെക്കുറിച്ചും പഠിക്കേണ്ടതിന്റെ പ്രാധാന്യവും അതുകൊണ്ട് ലഭിക്കുന്ന പദവിയും ശ്രേഷ്ഠതയും അള്ളാഹുവിനെ മനസ്സിലാക്കി ശരിയായ ഒരു വിശ്വാസിയായി ജീവിക്കുവാൻ അള്ളാഹുവിന്റെ നാമവിശേഷണങ്ങളെക്കുറിച്ച് പഠിക്കേണ്ടതിന്റെ അനിവാര്യതയുമൊക്കെ, പിന്നെ അതുമായി ബന്ധപ്പെട്ട ചില ഖവായിദുകൾ, നിയമങ്ങളുമാണ് ആദ്യത്തെ ഏകദേശം ഒരു 70ഓളം പേജുകളിൽ വരുന്നത്. അപ്പോ ആ ഖവായിദുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഇവിടെ ചർച്ച ചെയ്യുമ്പോൾ സാധാരണക്കാരെ സംബന്ധിച്ചിടത്തോളം അത് എത്രത്തോളം ഉപകാരപ്പെടും എന്ന് എനിക്കറിയില്ല. ഏതായിരുന്നാലും അതിലേക്ക് എത്തുന്നതിന്റെ മുമ്പ് ഇത് പഠിക്കേണ്ടതിന്റെ ആവശ്യകതയും അതിന്റെ ശ്രേഷ്ഠതയും പദവിയും ഒക്കെ വിശദീകരിക്കുന്ന ചില ഭാഗങ്ങളുണ്ട്. ഈ അറബി വായിച്ച് അതിനങ്ങനെ അർത്ഥം പറഞ്ഞു പോകുമ്പോൾ അതും സമയം പിടിക്കും. പിന്നെ ചില ആളുകൾക്ക് അത് ഇഷ്ടപ്പെട്ടുകൊള്ളണമെന്നില്ല. ഈ പുസ്തകം തന്നെ ആഴ്ചയിൽ ഒരിക്കൽ കോഴിക്കോട് ഞാൻ അറബി അറിയുന്ന ആളുകൾക്ക് വേണ്ടി പദാനുപദം അർത്ഥം പറഞ്ഞ് പിന്നെ ഒരു വാചകത്തിൽ വിശദീകരിച്ച് അങ്ങനെ ഒരു ക്ലാസ് വേറെ എടുക്കുന്നുണ്ട്. അപ്പൊ അങ്ങനെ താല്പര്യമുള്ള ആളുകൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ആവശ്യക്കാർക്ക് അത് കേട്ട് പഠിക്കാവുന്നതാണ്. അപ്പൊ ഞാൻ എങ്ങനെ ഈ ക്ലാസ് മുന്നോട്ട് പോകുന്നു എന്നതിനെക്കുറിച്ച് ഒരു ചുരുങ്ങിയ വിവരം അങ്ങോട്ട് പറഞ്ഞതാണ്. അധികവും ഇബാരത്ത് വായിക്കൂല, എന്റെ ആശയങ്ങൾ പറഞ്ഞു പോവുകയാണ്. ഒന്ന്, മൻസിലത്തുൽ ഇൽമി ബി അസ്മാഇല്ലാഹി തആല വസിഫാത്തിഹി. അള്ളാഹുവിന്റെ ഇസ്മുകളും അള്ളാഹുവിന്റെ വിശേഷണങ്ങളും അത് സംബന്ധിച്ച അറിവിന്റെ സ്ഥാനം. നമുക്കറിയാം, അള്ളാഹുവിന് ഒരുപാട് ഇസ്മുകൾ, നാമങ്ങളുണ്ട്. അതുപോലെ തന്നെ അള്ളാഹുവിനും പ്രത്യേകമായ ചില സിഫത്തുകൾ, വിശേഷണങ്ങൾ ഖുർആനിലും ഹദീസിലും പ്രതിപാദിച്ചിട്ടുണ്ട്. ഇത് പഠിക്കുക എന്നത് വിശ്വാസിയുടെ ബാധ്യതയാണ്. അപ്പൊ ആ പഠനം അല്ലെങ്കിൽ ഇതിനെ സംബന്ധിച്ചുള്ള അറിവിന്റെ സ്ഥാനമെന്ത് എന്നതാണ് ഒന്നാമത്തെ ഭാഗത്തിൽ വിശദീകരിക്കുന്നത്. അള്ളാഹുവിന്റെ അത്യുത്തമ നാമങ്ങൾ എന്ന് പറയാൻ കാരണം, സാധാരണ ജീവജാലങ്ങൾക്കും മനുഷ്യർക്കും ജീവനില്ലാത്ത അചേതന വസ്തുക്കൾക്കുമൊക്കെ അതിന്റേതായ പേരുകൾ മനുഷ്യൻ നൽകിയ പേരുകളുണ്ട്. എന്നാൽ ആ സൃഷ്ടിയുമായി യോജിച്ച പേരുകളും യോജിക്കാത്ത പേരുകളും, പ്രശംസിക്കാവുന്നതും അല്ലെങ്കിൽ ആക്ഷേപിക്കുന്നതുമായ അല്ലെങ്കിൽ അത്തരം അർത്ഥങ്ങൾ ലഭിക്കുന്ന പലതരത്തിലുള്ള പേരുകളുണ്ടാവും. എന്നാൽ അള്ളാഹുവിന്റെ പേരുകൾ എന്ന് പറയുന്നത് അത് യാതൊരുവിധ കുറ്റങ്ങളും ന്യൂനതകളും കുറവുകളുമില്ലാത്ത ഏറ്റവും പൂർണ്ണമായ ആശയങ്ങളെ സൂചിപ്പിക്കുന്ന പേരുകളാണ് എന്നതുകൊണ്ട് അള്ളാഹുവിന്റെ നാമങ്ങളെക്കുറിച്ച് പറയുമ്പോൾ വിശുദ്ധ ഖുർആനിൽ തന്നെ പലയിടങ്ങളിൽ ആവർത്തിച്ച് നമുക്ക് കാണാം. അൽ ഹുസ്ന, ഏറ്റവും നല്ല, അതാണ് അത്യുത്തമ നാമങ്ങൾ. അള്ളാഹുവിന്റെ അത്യുത്തമ നാമങ്ങളെ സംബന്ധിച്ചുള്ള അറിവ് എന്ന് പറയുന്നത് വിജ്ഞാനത്തിലെ ഏറ്റവും ശ്രേഷ്ഠമായ ഒരു ഭാഗമാണ്. എന്ന് പറഞ്ഞാൽ ഓരോ അറിവിനും അതിന്റേതായ സ്ഥാനവും പദവിയൊക്കെ ഉണ്ടാവും. എന്നാൽ മതപരമായ ഇൽമിൽ തന്നെ ഏറ്റവും ശ്രേഷ്ഠമായ അറിവാണ് അള്ളാഹുവിന്റെ നാമങ്ങളെ സംബന്ധിച്ച്, പേരുകളെ സംബന്ധിച്ച് മനസ്സിലാക്കുക എന്ന് പറയുന്നത്. മാത്രമല്ല, അള്ളാഹുവിന്റെ നാമങ്ങളെ സംബന്ധിച്ച് അറിയുക എന്നതാണ് അൽ ഫിഖ്ഹുൽ അക്ബർ, ഏറ്റവും വലിയ ഫിഖ്ഹ്. ഫിഖ്ഹ് എന്ന് പറഞ്ഞാൽ മതവിഷയങ്ങളിലുള്ള തെളിവിന്റെ അടിസ്ഥാനത്തിലുള്ള പഠനത്തിനാണ് ഫിഖ്ഹ് എന്ന് പറയാം. വെറുതെ കേട്ടുപോകലല്ല, തെളിവിന്റെ അടിസ്ഥാനത്തിലുള്ള പഠനം. ആ മതപഠനത്തിൽ, മതവുമായി ബന്ധപ്പെട്ട അറിവിൽ ഏറ്റവും വലിയ അറിവ് എന്ന് ഫിഖ്ഹ് എന്ന് പറയുന്നത് അള്ളാഹുവിന്റെ നാമങ്ങളെ സംബന്ധിച്ച് മനസ്സിലാക്കലാണ്. ഒന്നാമതായും മുഖ്യമായും ഈ ഒരു വിഷയമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസിൽ സൂചിപ്പിച്ച ഫിഖ്ഹ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ യുരിദില്ലാഹു ബിഹി ഖൈറൻ യുഫഖിഹു ഫിദ്ദീൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരാൾക്ക് ഒരു ഖൈർ ചെയ്യാൻ ഉദ്ദേശിക്കുകയാണെങ്കിൽ യുഫഖിഹു ഫിദ്ദീൻ, അല്ലാഹു ഖൈർ ചെയ്യാൻ, ആർക്ക് ഖൈർ ചെയ്യാൻ ഉദ്ദേശിച്ചുവോ അവനെ അള്ളാഹു ദീനിന്റെ കാര്യത്തിൽ നല്ല ഫിഖ്ഹ്, അറിവുള്ളവനാക്കി മാറ്റും.
അപ്പോ ദുനിയാവിൽ പണം കിട്ടുക, ഭൗതികമായ സുഖങ്ങളും ക്ഷേമങ്ങളും ഐശ്വര്യങ്ങളും സുഖങ്ങളും ഒക്കെ ഉണ്ടാവുക എന്നതല്ല അള്ളാഹു ഒരാൾക്ക് ഖൈർ ചെയ്യാൻ ഉദ്ദേശിച്ചാൽ നൽകുന്ന കാര്യം. അപ്പൊ ഏറ്റവും വലിയ ഖൈർ എന്താ? അള്ളാഹുവിൽ നിന്ന് കിട്ടാവുന്ന ഏറ്റവും വലിയ ഖൈർ എന്ന് പറയുന്നത് മതത്തിൽ അറിവുള്ളവനാക്കി മാറ്റുക, ഫിഖ്ഹുള്ളവനാക്കി മാറ്റുക എന്നതാണ്. അതിൽ ഏറ്റവും ശ്രേഷ്ഠമായത് മതപരമായ അറിവ് തന്നെ പലതുണ്ട്. ഇപ്പൊ ഖുർആന്, ഹദീസ്, ഉസൂലുകൾ, ഫിഖ്ഹ്, ഉസൂൽ ഫിഖ്ഹ് അങ്ങനെ തുടങ്ങി ഒരുപാട് ശാഖകളുണ്ട്. അതിൽ തന്നെ ഏറ്റവും ശ്രേഷ്ഠമായ അറിവ് അള്ളാഹുവിന്റെ നാമങ്ങളെ കുറിച്ച് പഠിക്കലാണ്. അതുകൊണ്ടാണ് പൂർവികരായ മനുഷ്യന്മാർ ഈ ഒരു വിഷയം മനസ്സിലാക്കുന്നതിന് വേണ്ടി അവരുടെ അധ്വാനങ്ങളും ശ്രമങ്ങളും ബുദ്ധിമാന്മാരായ വിവേകമുള്ളവരായ പൂർവികന്മാരായ ആളുകൾ ഇതിനു വേണ്ടി ചെലവഴിച്ചിട്ടുള്ളത്. അതുപോലെ ഇൽമിന്റെ കാര്യത്തിൽ മത്സരിക്കുന്ന ആളുകളും മുന്നേറുന്ന ആളുകളും മത്സര ബുദ്ധിയോടുകൂടി പഠിക്കാൻ ശ്രമിച്ചതും അള്ളാഹുവിനെ സംബന്ധിച്ചുള്ള പഠനം, അറിവ് എന്നതാണ്. അള്ളാഹുവിലേക്കുള്ള സഞ്ചാരത്തിന്റെ അടിസ്ഥാനം, അതുപോലെ അള്ളാഹുവിന്റെ ഇഷ്ടങ്ങൾ നേടിയെടുക്കുക, അവന്റെ തൃപ്തി കരസ്ഥമാക്കുക, അള്ളാഹുവിന്റെ മുസ്തഖീമായ ചൊവ്വായ പാതയിലേക്ക് പ്രവേശിക്കുക, ഇതിന്റെയൊക്കെ കവാടം എന്ന് പറയുന്നത് അള്ളാഹുവിനെ സംബന്ധിച്ച് മനസ്സിലാക്കലാണ്. അപ്പൊ ഒരാൾക്ക് അള്ളാഹുവിന്റെ ഇഷ്ടവും അള്ളാഹുവിന്റെ തൃപ്തിയും അതുപോലെ തന്നെ അള്ളാഹു തെരഞ്ഞെടുക്കുന്ന അവന്റെ ഇഷ്ടം ലഭിക്കുന്ന ആളുകൾക്കുള്ള സിറാത്ത് മുസ്തഖീമും ഒക്കെ ലഭിക്കണമെങ്കിൽ അവൻ ഏത് കവാടത്തിലൂടെ പോകണം? അള്ളാഹുവിന്റെ നാമങ്ങളെ സംബന്ധിച്ച് പഠിക്കുക എന്ന കവാടത്തിലൂടെ സഞ്ചരിക്കേണ്ടതുണ്ട്. ഒരു കെട്ടിടത്തിന് അല്ലെങ്കിൽ ഏതൊരു കെട്ടിടത്തിനും ഒരു അടിത്തറയുണ്ടാകും. തറല്ലാതെ ഒരു കെട്ടിടം പണിയാൻ സാധിക്കില്ല. ദീൻ എന്ന് പറയുന്ന ദീനിനെ ഒരു കെട്ടിടമായി കണക്കാക്കിയാൽ ആ കെട്ടിടത്തിന്റെ അടിത്തറ എന്ന് പറയുന്നത് അള്ളാഹുവിലുള്ള വിശ്വാസമാണ്. അതുപോലെ തന്നെ അള്ളാഹുവിന്റെ ഇസ്മുകളെ സംബന്ധിച്ചും സിഫത്തുകളെ സംബന്ധിച്ചുമുള്ള അതിലുള്ള വിശ്വാസവുമാണ്. കാരണം തൗഹീദിനെ മൂന്നായി തിരിക്കുന്നതിൽ തൗഹീദുർ റുബൂബിയ്യ, തൗഹീദുൽ ഉലൂഹിയ്യ, തൗഹീദുൽ അസ്മാഇ വസിഫാത്ത്. അപ്പൊ തൗഹീദിന്റെ അള്ളാഹുവിനെ സംബന്ധിച്ച് അവൻ യഥാർത്ഥ ആരാധ്യനാണ് എന്ന് മനസ്സിലാക്കണമെങ്കിൽ അതിന്റെ മുന്നേ എന്ത് വേണം? അള്ളാഹു ആണ്, അവനാണ് റുബൂബിയത്തുള്ളത്, ഉബൂദിയത്ത് അള്ളാഹുവിനാണ് എന്നൊരാൾ മനസ്സിലാക്കണം. അപ്പൊ അത് അള്ളാഹുവിനെ സംബന്ധിച്ചുള്ള അറിവിലൂടെ ഉണ്ടാകുന്ന അള്ളാഹുവിനുള്ള വിശ്വാസമാണ്. അങ്ങനെ വരുമ്പോഴാണ് ഒരാൾക്ക് അള്ളാഹുവിനെ ആരാധിക്കാൻ സാധിക്കുന്നത്. അങ്ങനെ അള്ളാഹുവിനെ ഒരാൾ ആരാധിക്കണമെങ്കിൽ അള്ളാഹുവിന്റെ നാമവിശേഷണങ്ങളിലൂടെ അള്ളാഹുവിനെ ഒരാൾക്ക് മനസ്സിലാക്കാൻ സാധിക്കണം. അപ്പൊ ഈ പറയുന്ന അള്ളാഹുവിനെ കുറിച്ചുള്ള അറിവും അവന്റെ നാമവിശേഷണങ്ങളിലൂടെ അള്ളാഹുവിനെ അംഗീകരിക്കുകയും പഠിക്കുകയും ചെയ്യുക എന്ന അടിത്തറയിലാണ് ദീൻ എന്ന് പറയുന്ന കെട്ടിടം പടുത്തുയർത്തപ്പെടേണ്ടത്. അതുകൊണ്ട് തന്നെ അള്ളാഹുവിനെ സംബന്ധിച്ചും അവന്റെ നാമവിശേഷണങ്ങളെ സംബന്ധിച്ചുമുള്ള അറിവ് എത്ര കണ്ട് റാസിഖ്, അടിയുറച്ചത്, വേരുറച്ചത് ആയിത്തീരുന്നുവോ അത്ര കണ്ട് ദീനാകുന്ന കെട്ടിടം ശക്തിയോടെയും അതുപോലെ തന്നെ സ്ഥിരതയോടെയും നിലനിൽക്കും. അല്ലെങ്കിൽ ആ കെട്ടിടത്തെ വഹിക്കാൻ കെൽപ്പുണ്ടാവുക അള്ളാഹുവിനെയും അള്ളാഹുവിന്റെ നാമവിശേഷണങ്ങളെയും സംബന്ധിച്ച അറിവിന്റെ അടിസ്ഥാനത്തിൽ പടുത്തുയർത്തപ്പെട്ട ദീൻ എന്ന് പറയുന്ന കെട്ടിടമാണ്. എന്ന് പറഞ്ഞാൽ അള്ളാഹുവിനെ സംബന്ധിച്ച അറിവിലാണ് ദീനിനെ പടുത്തുയർത്തുന്നത്. അപ്പൊ ദീൻ ശക്തമായി നിലനിൽക്കണമെങ്കിൽ, ഏതൊരു കെട്ടിടവും ശക്തമായി നിലനിൽക്കണമെങ്കിൽ തറ ഉറപ്പുള്ളതാകണം. അപ്പൊ ദീനാകുന്ന കെട്ടിടം നിലനിൽക്കണമെങ്കിൽ എന്തു വേണം? ആ ദീന്റെ അടിസ്ഥാനമായ അള്ളാഹുവിലുള്ള വിശ്വാസവും അതിലേക്കെത്താൻ അവന്റെ നാമവിശേഷണങ്ങളെ സംബന്ധിച്ച് മനസ്സിലാക്കുക എന്ന അറിവിന്റെയും തറയിൽ നമ്മുടെ മതത്തെ നിർമ്മിക്കാൻ സാധിക്കുമ്പോഴാണ് ആ കെട്ടിടം സ്ഥിരമായും ശക്തിയോടുകൂടിയും നിലനിൽക്കുന്നത്. അപ്പോൾ മാത്രമാണ് ദീനാകുന്ന കെട്ടിടം പൊളിഞ്ഞുപോകാതെ, തകരാതെ, തകരാറുകൾ സംഭവിക്കാതെ സുരക്ഷിതമായി നിലനിൽക്കുക. ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ല അദ്ദേഹത്തിന്റെ ഗ്രന്ഥത്തിൽ പറഞ്ഞ ഒരു വാചകം ഈ ആശയത്തിൽ ഇവിടെ ഉദ്ധരിച്ചിട്ടുണ്ട്. ഏതൊരാൾ തന്റെ കെട്ടിടത്തെ ഉയർച്ചയിൽ നിർമ്മിക്കാൻ ഉദ്ദേശിക്കുന്നുവോ അയാളുടെ ബാധ്യതയാണ്, ഒരു കെട്ടിടം, ഉയർന്നൊരു കെട്ടിടം നിർമ്മിക്കാൻ ഉദ്ദേശിക്കുന്ന ആളുടെ ബാധ്യതയാണ് അതിന്റെ അടിത്തറയെ ശക്തിപ്പെടുത്തുകയും അതിനെ ബലപ്പെടുത്തുകയും, അതായത് തകരാറുകളില്ലാത്ത വളരെ കൃത്യമായ തരത്തിൽ അതിനെ ഭദ്രമായി നിർമ്മിക്കുക, ശക്തമായ പരിഗണന ആ കെട്ടിടത്തിന്റെ തറക്ക് നൽകുക എന്ന് പറയുന്നത്. അപ്പോൾ മാത്രമേ ഒരു കെട്ടിടം നേരായി നിലനിൽക്കുകയുള്ളൂ. അപ്പൊ ഇത് ഏതൊരു കെട്ടിടവും അങ്ങനെയാണ്. അതുകൊണ്ട് തന്നെ ഒരു കെട്ടിടത്തിന്റെ ഉന്നതി എന്ന് പറയുന്നത് അതിന്റെ തറ എത്ര കണ്ട് ശക്തവും അതുപോലെ തന്നെ ബലവത്തായി നിർമ്മിക്കുകയും ചെയ്തിട്ടുണ്ടോ അതിനനുസരിച്ചാണ് ആ കെട്ടിടത്തിന്റെ ഉയർച്ചയുണ്ടാകുന്നത്. ഇനി മുസ്ലിങ്ങളെ സംബന്ധിച്ച് പരിശോധിക്കുമ്പോൾ ഫൽ അഅമാലു വദ്ദറജാത്ത്, മനുഷ്യന്റെ കർമ്മങ്ങളും അതിന്റെ ശ്രേണികൾ അല്ലെങ്കിൽ പദവികളും അത് ഒരു കെട്ടിടമാണ്. മനുഷ്യന്റെ പ്രവർത്തനങ്ങളും അതുപോലെ തന്നെ അതിന്റെ ദറജകൾ, പദവികളും ഒരു കെട്ടിടമാണ്. ആ കെട്ടിടത്തിന്റെ അടിത്തറ എന്ന് പറയുന്നത് വിശ്വാസമാണ്.
ഈ വിശ്വാസമാകുന്ന തറ എത്ര കണ്ട് ബലവത്തായി തീരുന്നുവോ അതിനനുസരിച്ചാണ് ആ കെട്ടിടം ഭാരം വഹിക്കുക. കെട്ടിടത്തിൽ നിന്ന് വല്ലതും തകരാറ് സംഭവിച്ചാൽ അതിനെ നന്നാക്കാൻ എളുപ്പമായിരിക്കും. എന്നാൽ തറക്കാണ് തകരാറ് സംഭവിക്കുന്നതെങ്കിൽ ആ കെട്ടിടം പിന്നെ നിലനിൽക്കുകയില്ല, അത് സ്ഥിരമായി നിലകൊള്ളുകയില്ല. തറയിൽ നിന്ന് വല്ലതും തകരാറായാൽ കെട്ടിടം തന്നെ നശിച്ചു പോവുകയോ അല്ലെങ്കിൽ നശിക്കാറാവുകയോ ചെയ്യും. ഇത് എന്റെ ഭാഗം ഒന്നും ചേർക്കില്ല, ഇല്ല പറഞ്ഞ അങ്ങനെ അതിന്റെ ആശയം പറഞ്ഞു പോവുകയാണ്. എന്ന് പറഞ്ഞാൽ എന്താ, കെട്ടിടം ഉണ്ടാക്കി മേലഭാഗത്തൊരു ചുമരോ അല്ലെങ്കിൽ ഒരു വാതിലോ അല്ലെങ്കിൽ അതിന്റെ സൺഷെയ്ഡോ ഇങ്ങനെ ഏതെങ്കിലും ഒരു ഭാഗം തകരാറായാൽ അത് നന്നാക്കാൻ എളുപ്പമാണ്. എന്നാൽ തറക്കാണ് തകരാറ് സംഭവിച്ചതെങ്കിൽ കെട്ടിടം നശിച്ചു പോകും. അപ്പൊ അതുകൊണ്ട് തറ ശക്തമായിരിക്കണം. ഇതെന്തിനാണ് ഈ ഉദാഹരണം പറഞ്ഞത്? നമ്മുടെ ദീൻ അതനുസരിച്ചുള്ള അമലുകളും ബലവത്താകണമെങ്കിൽ അള്ളാഹുവിനെ സംബന്ധിച്ചും ഉള്ള വിശ്വാസവും അവന്റെ നാമവിശേഷണങ്ങളെ സംബന്ധിച്ചുള്ള അറിവുമാകുന്ന തറ ബലപ്പെടേണ്ടതുണ്ട്. ഈ ഇൽമിന്റെ അടിസ്ഥാനത്തിലുള്ള ഈമാൻ ഇല്ല എങ്കിൽ അതിന്റെ മേലോട്ടുള്ള അമലുകളും അതിന്റെ ദറജകളും ഒക്കെ പൊളിഞ്ഞു. ഇപ്പൊ ഇന്ന് സമൂഹത്തിൽ നമുക്ക് കാണാൻ പറ്റുന്നത് അതാണ്. കൃത്യമായ വിശ്വാസമോ അള്ളാഹുവിനെ സംബന്ധിച്ച് യഥാർത്ഥ അറിവോ ഇല്ലാത്തത് കൊണ്ട് തന്നെ മനുഷ്യൻ ചെയ്തുകൊണ്ടിരിക്കുന്ന കർമ്മങ്ങൾ അത് പൊളിഞ്ഞു പോകുന്നു. എന്ന് പറഞ്ഞാൽ ശിർക്കിലോ ബിദ്അത്തിലോ ഒക്കെ ആ തറയിൽ വളർന്നു വന്ന പ്രവർത്തനങ്ങളാണ്. അതിന്റെ അടിസ്ഥാനത്തിലാണ് അവന്റെ ജീവിതവും അവന്റെ വിശ്വാസവും ഒക്കെ അവൻ കെട്ടിപ്പടുത്തത്. തറ തന്നെ തകരാറായതുകൊണ്ട് അവന്റെ ദീനാകുന്ന സ്ഥാപനം തന്നെ പൊളിഞ്ഞുപോയി. അള്ളാഹുവിന്റെ ഇസ്മകളും സിഫത്തുകളും മനസ്സിലാക്കിക്കൊണ്ട് നമ്മുടെ ദീനെ പടുത്തുയർത്താൻ സാധിച്ചാൽ അതിന്റെ അടിസ്ഥാനത്തിൽ ഉയർന്നു വരുന്ന നമ്മുടെ അമലുകളും അതിന്റെ ദറജകളും പദവികളുമൊക്കെ ബലവത്തായി നിലനിൽക്കും. അതുകൊണ്ട് തന്നെ അള്ളാഹുവിനെ സംബന്ധിച്ച് മനസ്സിലാക്കുന്ന അല്ലെങ്കിൽ വിവരമുള്ള ഒരാളുടെ അഭിലാഷം എന്ന് പറയുന്നത് തറ ശരിയായി പണിയുകയും അതിനെ ബലപ്പെടുത്തുകയും ചെയ്യുക എന്നതാണ്. എന്നാൽ ആരിഫല്ലാത്ത ജാഹിലായ വിവരമില്ലാത്ത ഒരുത്തനാണെങ്കിൽ അവൻ തറയെ ബലപ്പെടുത്താതെ കെട്ടിടം ഉയർത്താൻ ആഗ്രഹിക്കും. അങ്ങനെയാണെങ്കിൽ ഉറപ്പില്ലാത്ത തറയിൽ നിർമ്മിച്ച കെട്ടിടം വീണുപോകാൻ ഒട്ടും താമസമുണ്ടാവുകയില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്ത് തൗബയിലെ 109-ാമത്തെ ആയത്തിൽ അഫമൻ അസ്സസ ബുനിയാനഹു അലാ തഖ്വം മിനല്ലാഹി വറിദ്വാനിൻ ഖൈറുൻ അമ്മൻ അസ്സസ ബുനിയാനഹു അലാ ശഫാ ജുറുഫിൻ ഹാരിൻ ഫൻഹാറ ബിഹി ഫീ നാരി ജഹന്നം. ഈ ആയത്തിൽ പറഞ്ഞത് ഇതാണ് നേരത്തെ പറഞ്ഞ ആശയത്തിനുള്ള തെളിവ് എന്ന് പറയുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ചോദിക്കുകയാണ്, ഒരാൾ തന്റെ കെട്ടിടത്തെ അള്ളാഹുവിനെ സംബന്ധിച്ചുള്ള തഖ്വയുടെയും അള്ളാഹുവിൽ നിന്നുള്ള തൃപ്തിയുടെയും അടിസ്ഥാനത്തിൽ അല്ലെങ്കിൽ അതിന്റെ മേൽ തന്റെ കെട്ടിടത്തെ അടിത്തറവാകി നിർമ്മിച്ച ഒരുത്തനാണോ നല്ലവൻ, ഉത്തമൻ? അതല്ല, തന്റെ കെട്ടിടത്തെ അലാ ഷഫാ ജുറുഫിൻ ഹാരിൻ, ഷഫ എന്ന് പറഞ്ഞാൽ വക്കാൻ, ജുറുഫ് എന്ന് പറഞ്ഞാൽ ഇപ്പൊ പുഴ, തോട്, ഇതിന്റെയൊക്കെ വെള്ളം ഒലിച്ചു പോകുന്ന, ശക്തിയിൽ വെള്ളം ഒഴുകിപ്പോകുന്നതിന്റെ കര ഉണ്ടാവുമല്ലോ, ആ കരയിൽ മണ്ണോ മണലൊക്കെ ആണെങ്കിൽ അടിഭാഗം ഇങ്ങനെ നീങ്ങിപ്പോയിട്ടുണ്ടാവും. അങ്ങനെ നീങ്ങിയിട്ട് പിന്നെന്താ ബാക്കി ഉണ്ടാകുക? മുകളിൽ ഇങ്ങനെ അടിഭാഗം പോയിട്ട് വക്കിങ്ങനെ മണ്ണിങ്ങനെ പുറത്തേക്ക് തള്ളി നിൽക്കുന്നുണ്ടാവും. അതിന്റെ അടിഭാഗമല്ല, അടിഭാഗം വെള്ളം കൊണ്ടുപോയി. അങ്ങനെയുള്ള മണ്ണിന്റെ അല്ലെങ്കിൽ മണലിന്റെ തിട്ടക്കാണ് ജുറുഫ് എന്ന് പറയുന്നത്. ഹാരിൻ എന്ന് പറഞ്ഞാൽ തകർന്ന. അപ്പോ തകർന്ന മണൽത്തിട്ടയുടെ വക്കിൽ ഒരു കെട്ടിടം പണിതവനാണോ, അതല്ല തഖ്വയുടെയും റിദ്വാൻ അള്ളാഹുവിന്റെ തൃപ്തിയുടെയും അടിസ്ഥാനത്തിൽ കെട്ടിടം പണിതവനാണോ, ആരാണ് നല്ലവൻ? ഫൻഹാറ ബിഹി ഫീ നാരി ജഹന്നം. ഈ മണലിന്റെ കൂനയിൽ അല്ലെങ്കിൽ അതിന്റെ സൈഡിൽ അടിഭാഗം പോയ ഈ മണലിന്റെ അല്ലെങ്കിൽ മണ്ണിന്റെ വക്കത്ത് കെട്ടിടം പണിഞ്ഞവൻ, കാരണം എന്താ, അവൻ അടിത്തറല്ല. തൗഹീദിന്റെ അള്ളാഹുവിനുള്ള വിശ്വാസത്തിന്റെ അള്ളാഹുവിന്റെ നാമവിശേഷണങ്ങളെ സംബന്ധിച്ച് മനസ്സിലാക്കിയ അറിവിന്റെ അടിസ്ഥാനത്തിലല്ല അവൻ അവന്റെ കെട്ടിടം പണിതത്. അതെന്തെയും ഫൻഹാറ ബിഹി ഫീ നാരി ജഹന്നം, അവനെയുമായി ആ കെട്ടിടം ജഹന്നമിന്റെ തീയിലേക്ക് അതാ തകർന്നു വീണിരിക്കുന്നു. അപ്പൊ എത്ര ഇതിന്റെ വിശദാംശങ്ങൾ പരിശോധിക്കുക, തഫ്സീറും പരിഭാഷകളൊക്കെ. അപ്പൊ നമുക്കിത് ആ ചിത്രം ഖുർആൻ വരച്ചു കാണിച്ച ആ ചിത്രം പരിശോധിച്ചാൽ മനസ്സിലാവും. ഇപ്പൊ വെള്ളം തോടൊക്കെ ഉള്ളിടത്ത് നല്ല ശക്തമായി വെള്ളമൊലിക്കുമ്പോ അതിന്റെ വക്ക് അടിഭാഗമൊക്കെ പോയിട്ട് മണ്ണിങ്ങനെ നിൽക്കുന്നുണ്ടാവും. ആ വക്കിൽ കൊണ്ടുപോയി വക്കിന്റെ ഈ മണങ്കൂനയുടെ വക്കത്ത് കൊണ്ടുപോയി ഒരു കെട്ടിടം പണിയാണ്. കാരണം അടിയില്ല, അടിത്തറല്ല. അതെന്താവും? അതൊന്നായിട്ട് ഈ കെട്ടിടം പണിത് അതിൽ ഉണ്ടാക്കിയവനെ കൂടി പുഴയിലേക്ക് ഇടിഞ്ഞൊഴിഞ്ഞു വീണു. അതുപോലെ ഇവൻ നരകത്തിൽ പോയി ചാടും. അപ്പൊ ആരാണ് മെച്ചപ്പെട്ടവൻ? തന്റെ കെട്ടിടത്തെ തഖ്വയുടെയും അള്ളാഹുവിനെ സംബന്ധിച്ച തഖ്വയുടെയും അള്ളാഹുവിന്റെ തൃപ്തിയുടെയും അടിസ്ഥാനത്തിൽ പണിതവൻ. അതെന്താ? തൗഹീദ്, അള്ളാഹുവിനെ സംബന്ധിച്ച അറിവ്,
അസ്മാ സിഫാത്തുകളെ സംബന്ധിച്ച അറിവ് നേരത്തെ പറഞ്ഞ ആ ശക്തമായ തറയുടെ മേൽ പടുത്തുയർത്തിയ ദീനാകുന്ന കെട്ടിടമുണ്ടെങ്കിൽ എന്ത് വെള്ളപ്പൊക്കമുണ്ടായാലും, ഏത് കുത്തിയൊലിച്ചു വരുന്ന വെള്ളമുണ്ടായാലും, ഇനി മറ്റെന്തെങ്കിലും കൊടുങ്കാറ്റ ചുഴലിക്കാറ്റ ഉണ്ടായാലും ഈ തറയിലുള്ള കെട്ടിടം നിലനിൽക്കും. എന്നാൽ എന്തെങ്കിലും വസ്വാസുകൾ, സംശയങ്ങൾ, ആരെങ്കിലും ഉയർത്തിവിടുന്ന ആരോപണങ്ങൾ, ശുബ്ഹാത്തുകൾ, ഇങ്ങനെ എന്തെങ്കിലും വന്നാൽ തറയില്ലാത്ത, ബലവത്തായ തറയില്ലാതെ നിർമ്മിച്ച കെട്ടിടം തകർന്നു പോകും. അപ്പൊ വളരെ കൃത്യമായ ഉദാഹരണമാണ് അള്ളാഹുവിനെ സംബന്ധിച്ച അറിവ് എന്ന് പറയുന്ന, അള്ളാഹു നൽകുന്ന ഖൈർ. നേരത്തെ പറഞ്ഞ നബിന്റെ ഹദീസ്, ആ ഖൈറിന്റെ അടിസ്ഥാനത്തിൽ നിർമ്മിക്കാത്ത ആളുകളുടെ അവസ്ഥ, അതിന്റെ മേൽ നിർമ്മിച്ച ആളുകളുടെ പദവിയും ഈ ആയത്തിന്റെ ചിത്രീകരണത്തിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ മനുഷ്യന്റെ കർമ്മങ്ങളുടെ കെട്ടിടത്തിന്റെ അടിത്തറ എന്ന് പറയുന്നത് ഒരു മനുഷ്യന്റെ ശരീരത്തിന്റെ ശക്തി പോലെയാണ്. നമ്മുടെ ശരീരത്തിന്റെ ശക്തി പോലെയാണ് നമ്മുടെ ദീനാകുന്ന കെട്ടിടത്തിന്റെ അടിത്തറ എന്ന് പറയുന്നത്. ഒരു മനുഷ്യന്റെ ശക്തി എത്ര കണ്ട് ബലവത്താണോ അത്ര കണ്ട് അവന്റെ ശരീരം, ആ ശക്തി അവന്റെ ശരീരത്തെ താങ്ങുന്നു, ആപത്തുകളെ അത് പ്രതിരോധിക്കുന്നു. അപ്പൊ നമ്മുടെ തടിക്കുള്ള ശക്തിക്ക് അനുസരിച്ച് നമ്മുടെ ശരീരത്തെ താങ്ങി നിർത്താനും ആപത്തുകളിൽ നിന്ന് ശരീരത്തെ പ്രതിരോധിക്കാൻ സാധിക്കും. കാരണം പ്രതിരോധശേഷി ഉണ്ടാവും ആരോഗ്യമുള്ളതിനനുസരിച്ച്. എന്നാൽ ആരോഗ്യം ദുർബലമാണോ എങ്കിൽ, അവന്റെ ശക്തി ക്ഷയിച്ചതാണെങ്കിൽ, ആ ക്ഷയിച്ച ശക്തിയുള്ള ശരീരത്തെ താങ്ങി നിർത്താൻ അവന് സാധിക്കുകയില്ല, പ്രതിരോധിക്കാനും സാധിക്കുകയില്ല. ആപത്തുകൾ വളരെ പെട്ടെന്ന് അതിലേക്ക് കടന്നു വരും. ഇതാണ് മനുഷ്യന്റെ സ്ഥിതി. ഇതുപോലെ തന്നെയാണ് മനുഷ്യന്റെ കർമ്മങ്ങളാകുന്ന അല്ലെങ്കിൽ ദീനാകുന്ന കെട്ടിടത്തിന്റെ തറ എന്ന് പറയുന്നത്. തറ എത്ര കണ്ട് ശക്തമാണോ അത് എന്തിനേയും പ്രതിരോധിക്കാൻ സാധിക്കും. അതിന്റെ മുകളിൽ നമ്മൾ പടുത്തുയർത്തുന്ന കർമ്മങ്ങളെ പിടിച്ചു നിർത്താനും ഉറപ്പിച്ചു നിർത്താനും സാധിക്കും. കാരണം തറ ബലവത്തായിരിക്കും. അതുകൊണ്ട് വിശ്വാസത്തിന്റെ അടിത്തറയുടെ ശക്തിയിൽ നിന്റെ കെട്ടിടത്തെ നീ നിർമ്മിക്കാൻ ശ്രമിക്കണം. അതിന്റെ മേൽഭാഗത്ത് നിന്ന് വല്ലതും ചെതറിപ്പോയാൽ, അതിന്റെ മേൽപ്പുരക്ക് വല്ല തകരാറും സംഭവിച്ചാൽ അത് നിനക്ക് വേഗത്തിൽ വീണ്ടെടുക്കാൻ സാധിക്കും. എന്തിനേക്കാൾ? മിൻ ഖറാബിൽ അസാസ്, തറ പൊളിയുന്നതിനേക്കാൾ. തറ പൊളിഞ്ഞാൽ നന്നാക്കാൻ ഏറെ പണിയാണ്, ചിലപ്പോൾ ബിൽഡിംഗ് നശിച്ചു. അതുകൊണ്ട് തറയാണ് മെച്ചപ്പെടുത്തേണ്ടത്. അപ്പൊ അതിനനുസരിച്ച് അമലുകൾ നന്നായിരിക്കും. വഹാദൽ അസാസു അംറാൻ, ഈ അടിത്തറ എന്ന് പറയുന്നത്, അതായത് നമ്മൾ ശക്തിപ്പെടുത്തേണ്ടുന്ന അടിത്തറ എന്ന് പറയുന്നത് രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, അള്ളാഹുവിനെ സംബന്ധിച്ചുള്ള അറിവിന്റെ സിഹത്ത്, സാധുത. എന്തെങ്കിലും തെറ്റായി മനസ്സിലാക്കിയാൽ മതിയോ? പോരാ. ശരിയായ രീതിയിൽ അള്ളാഹുവിനെ മനസ്സിലാക്കുക. അള്ളാഹുവിന്റെ കാര്യങ്ങളെ സംബന്ധിച്ചും അവന്റെ ഇസ്മുകളെ സംബന്ധിച്ചും സിഫത്തുകളെ സംബന്ധിച്ചും മനസ്സിലാക്കുക. അപ്പൊ അള്ളാഹുവിനെ കുറിച്ചും അള്ളാഹുവിന്റെ കാര്യങ്ങളെക്കുറിച്ചും അവന്റെ ഇസ്മുകളും സിഫത്തുകളും ഒക്കെ ശരിയായ രീതിയിൽ മനസ്സിലാക്കുക എന്നതാണ് ഈ തറക്കുണ്ടാകേണ്ട, തറ ബലപ്പെടുത്താനുള്ള ഒരു വഴി. രണ്ടാമത്തേത്, അള്ളാഹുവിന്റെ നാമവിശേഷണങ്ങളിലൂടെ നാം മനസ്സിലാക്കിയിട്ടുള്ള അള്ളാഹുവിന് കീഴ്പ്പെടുക എന്നതും ആ അള്ളാഹുവിന്റെ റസൂലിനെ കീഴ്പ്പെടുക എന്ന് പറയുന്നതും മറ്റെല്ലാത്തിൽ നിന്നും തനിച്ചാക്കണം. എന്നാൽ അത് കലർപ്പില്ലാത്ത, കൃത്യമായ, അതുപോലെ തന്നെ കളങ്കമറ്റ രീതിയിലായിരിക്കണം ആ അള്ളാഹുവിനും റസൂലിനും കീഴ്പ്പെടേണ്ടത്. അങ്ങനെ കീഴ്പ്പെടണമെങ്കിൽ എന്ത് വേണം? ഈ കാര്യങ്ങൾ പഠിക്കണം. ഇങ്ങനെ നിർമ്മിക്കുന്ന ദീനാണ് ഒരു മനുഷ്യൻ സ്ഥാപിക്കുന്ന ഏറ്റവും ഉറപ്പുള്ള കെട്ടിടം എന്ന് പറയുന്നത്. അതിനനുസരിച്ച് അതിന്റെ മേൽ അവൻ നിർമ്മിക്കുന്ന കാര്യങ്ങളും ഉന്നതമായി തീരും. എന്ന് പറഞ്ഞാൽ ഏതാ? അവന്റെ പ്രവർത്തനങ്ങൾ, ഈ ഉറച്ച തറയിൽ നിർമ്മിക്കുന്ന അവന്റെ അഴമാലുകൾ, അത് ഉയരുക തറ എത്ര കണ്ട് ശക്തമാണോ അതിനനുസരിച്ചാണ്. ഇപ്പൊ ഇത്രയും വായിച്ചത് ഇബ്നുൽ ഖയ്യിമിന്റെ അൽ ഫവായിദ് എന്ന് പറയുന്ന പുസ്തകത്തിലെ വാചകങ്ങളാണ്. വീണ്ടും ഷെയ്ഖിന്റെ വിശദീകരണമാണ്. ഈ പറയുന്ന പ്രാധാന്യം കൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ഖുർആനിലെ തെളിവുകൾ ഒരുപാടുണ്ടായത്. എങ്ങനെയുള്ള തെളിവുകൾ? ഈ പറയുന്ന അള്ളാഹുവിനെ അവന്റെ നാമവിശേഷണങ്ങളുടെ അടിസ്ഥാനത്തിൽ കൃത്യമായി മനസ്സിലാക്കി വിശ്വസിക്കുക എന്ന് പറയുന്നതിനെ സൂചിപ്പിക്കുന്ന തെളിവുകൾ, ഈ തറയെ ബലപ്പെടുത്തുന്ന, വേരുറച്ചതാക്കുന്ന, അതിന്റെ അടിത്തറയിൽ നിലനിർത്തുന്ന പരാമർശങ്ങൾ, തെളിവുകൾ ഖുർആനിൽ ഒരുപാടുണ്ടായത് ഈ പ്രാധാന്യം കൊണ്ടാണ്. കാരണം അവന്റെ ഈ കെട്ടിടത്തിന്റെ തറ അള്ളാഹുവിനെ സംബന്ധിച്ച അറിവും നാമവിശേഷണങ്ങളെ സംബന്ധിച്ച അറിവിൽ നിന്നും ഉണ്ടാകേണ്ടതുണ്ട്. വിശുദ്ധ ഖുർആനിലെ ആയത്തുകൾ പരിശോധിച്ചാൽ ഒരു ആയത്തിലും തന്നെ അള്ളാഹുവിന്റെ നാമവിശേഷണങ്ങളിൽപ്പെട്ട എന്തെങ്കിലും ഒരു കാര്യത്തെയോ അല്ലെങ്കിൽ അള്ളാഹുവിന്റെ ഉത്തമമായ വിശേഷണങ്ങളിൽപ്പെട്ട വല്ലതിനെക്കുറിച്ചുമോ പറയാത്ത ഒരായത്തും കണ്ടെത്താൻ സാധിക്കുകയില്ല. മിമ്മ യദുല്ലു ദലാലത്തൻ വാളിഹത്തൻ അലാ അഹ്മിയത്തിൽ ഇൽമി ബിഹാ വദ്ദറൂത്തിൽ മാസത്തിൽ മഅരിഫതിഹാ. അള്ളാഹുവിന്റെ നാമവിശേഷണങ്ങളെ സംബന്ധിച്ച അറിവിന്റെ പ്രാധാന്യത്തെ വ്യക്തമായി സൂചിപ്പിക്കുന്ന കാര്യങ്ങളോ
അല്ലെങ്കിൽ അത് മനസ്സിലാക്കേണ്ടതിന്റെ അനിവാര്യതയെ സൂചിപ്പിക്കുന്നതോ ആയ എന്തെങ്കിലും ഇസ്മുമായോ സിഫത്തുമായോ ബന്ധപ്പെട്ട കാര്യങ്ങൾ ഇല്ലാത്ത ഒരായത്തും കണ്ടെത്താൻ നിനക്ക് സാധിക്കുകയില്ല. ഈ പ്രാധാന്യം ഉണ്ടായിരിക്കെ പിന്നെ എങ്ങനെയാണ് ഇതിന്റെ പദവി അല്ലെങ്കിൽ സ്ഥാനം, അതിന് നൽകേണ്ടുന്ന ശ്രദ്ധ ഒരു വിശ്വാസിക്ക് ഇല്ലാതെ പോവുക? കാരണം മനുഷ്യൻ സൃഷ്ടിക്കപ്പെട്ടത് തന്നെ ലി അജ്ലിഹ വ ഊജിദു ലി തഹ്ഖീഖിഹ, അതായത് അള്ളാഹുവിനെ സംബന്ധിച്ച് മനസ്സിലാക്കി അവനെ യഥാവിധി ആരാധിക്കുക എന്ന കാര്യത്തിന് വേണ്ടിയാണ് മനുഷ്യൻ സൃഷ്ടിക്കപ്പെട്ടത് തന്നെ. അത് യാഥാർത്ഥ്യമാക്കാൻ വേണ്ടിയാണ് മനുഷ്യനെ അള്ളാഹു ഉണ്ടാക്കിയതും. പിന്നെ എങ്ങനെ ഈ ഒരു കാര്യം മനസ്സിലാക്കാൻ മനുഷ്യന് സാധിക്കാതെ പോകും? അപ്പൊ ഒരിക്കലും അങ്ങനെ ഉണ്ടാവില്ല. കാരണം അള്ളാഹു മനുഷ്യനെ സൃഷ്ടിച്ചത് തന്നെ അള്ളാഹുവിനെ ആരാധിക്കാനാണ്. അള്ളാഹുവിനെ ആരാധിക്കുന്ന ആ ആരാധന ഏറ്റവും നന്നായി തീരാനുള്ള വഴി എന്താണ്? ഇസ്മും സിഫത്തും അത് പഠിച്ചുകൊണ്ട് അള്ളാഹുവിനെ മനസ്സിലാക്കുക എന്നതാണ്. അപ്പൊ മനുഷ്യർക്ക് സാധ്യമല്ലാത്ത ഒരു കാര്യം അള്ളാഹു കൽപ്പിക്കുകയില്ല എന്നർത്ഥം. അതുകൊണ്ട് തന്നെ മനുഷ്യനെ അള്ളാഹു ഏതൊരു തൗഹീദിന് വേണ്ടി സൃഷ്ടിച്ചുവോ ആ തൗഹീദ് എന്ന് പറയുന്നത് രണ്ടു തരമാണ്. ഒന്ന് തൗഹീദുൽ മഅരിഫത്തി വൽ ഇസ്ബാത്ത്, അള്ളാഹുവിനെ കുറിച്ച് മനസ്സിലാക്കുകയും അതിനെ സ്ഥാപിക്കുകയും ചെയ്യുന്ന ഏകത്വം എന്ന് പറഞ്ഞാൽ റുബൂബിയത്ത് അള്ളാഹു ആരാണ്, അവൻ റബ്ബായത് എങ്ങനെ, അവൻ ഖാലിഖാണ്, എല്ലാ കാര്യങ്ങളും ചെയ്തിരുന്നവനാണ്. ഇങ്ങനെ അള്ളാഹുവിന്റെ റുബൂബിയത്തുമായി ബന്ധപ്പെട്ട കാര്യങ്ങളുള്ള വിശ്വാസവും അതിനെ മനസ്സിലാക്കാൻ അള്ളാഹു ഖുർആനിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തിലൂടെയും പഠിപ്പിക്കപ്പെട്ടിട്ടുള്ള അസ്മാഉ സിഫാത്തുകളെയും മനസ്സിലാക്കുക എന്ന കാര്യമാണ് തൗഹീദുൽ മഅരിഫ വൽ ഇസ്ബാത്ത്. അറിയുകയും സ്ഥിരപ്പെടുത്തുകയും ചെയ്യുക എന്ന് പറയുന്ന തൗഹീദ് എന്ന് പറഞ്ഞാൽ റുബൂബിയത്തിലൂടെയും അസ്മാഉ സിഫാത്തിലൂടെയും അള്ളാഹു ഉണ്ട് എന്ന് മനസ്സിലാക്കുകയും അതിനെ ഉറപ്പിച്ചു ഉൾക്കൊള്ളുകയും ചെയ്യുക. അവൻ ഏകനാണ്, ഈ കാര്യങ്ങളിൽ ഒരു പങ്കാളിയുമില്ല. രണ്ടാമത്തേത് തൗഹീദുൽ ഇറാദത്തി വ ത്വലബ്, അസ്മാഉ സിഫാത്തുകളിലൂടെ ശരിയായ നിലക്ക് അള്ളാഹുവിനെ മനസ്സിലാക്കി അവൻ തന്നെയാണ് റബ്ബ് എന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ അതിന്റെ അനന്തരഫലമായി ഉണ്ടാകേണ്ടതാണ് ആ ഏകനായ റുബൂബിയത്തിന്റെ അർഹനായ അള്ളാഹുവിനെ തന്നെ ഉദ്ദേശിക്കുകയും അവനോട് മാത്രം തേടുകയും ചെയ്യുക എന്ന് പറയുന്ന രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ തൗഹീദുൽ ഇബാദ അല്ലെങ്കിൽ തൗഹീദുൽ ഉലൂഹിയ. അപ്പോ ഒന്നാമതായി പറഞ്ഞിട്ടുള്ള കാര്യം റുബൂബിയത്ത് മനസ്സിലാക്കണം, അതിന്റെ അസ്മാഉ സിഫാത്തുകൾ പഠിക്കണം. അങ്ങനെ അള്ളാഹു യഥാർത്ഥ റബ്ബ് അവനാണ് എന്ന് മനസ്സിലാക്കുക. അത് മനസ്സിലാക്കി കഴിഞ്ഞാൽ പിന്നെ അവനോട് മാത്രമേ, അള്ളാഹുവിനോട് മാത്രമേ തേടുകയുള്ളൂ. ഇങ്ങനെ രണ്ട് ഇനമായി തൗഹീദിനെ ഇവിടെ വിഭജിച്ചതായി നമുക്ക് കാണാം. ഇപ്പൊ വിശുദ്ധ ഖുർആനിൽ സൂറത്തു തൗഹീദ് എന്ന് പറയുന്ന സൂറത്തുൽ ഇഖ്ലാസ്, ഖുൽ ഹുവല്ലാഹു അഹദ്, അതിനെ സംബന്ധിച്ച് അഖീദന്റെ ഗ്രന്ഥങ്ങളിൽ ഇവിടെ പറഞ്ഞതല്ല, പണ്ഡിതന്മാർ വിശദീകരിച്ചതായി കാണാം. അത് എന്താണ്? തൗഹീദുൽ ഇൽമ് അല്ലെങ്കിൽ തൗഹീദുൽ മഅരിഫ, അതിനെ സംബന്ധിച്ച സൂറത്താണ്. സൂറത്ത് തൗഹീദ് എന്നതിനും പേരുണ്ട്, ഏകദ വിശ്വാസത്തിന്റെ സൂറത്ത്. തൗഹീദുൽ മഅരിഫ അല്ലെങ്കിൽ തൗഹീദുൽ ഇൽമി എന്നും ചില പണ്ഡിതന്മാർ വിശദീകരിച്ച് കാണാം. ഈ അർത്ഥത്തിലാണ്. കാരണം അള്ളാഹു ആരാണ്, അവന് തുല്യനായി മറ്റു വല്ലതും ഉണ്ടോ, അള്ളാഹു ആരാണ് എന്ന് പറയുന്ന അടിസ്ഥാനപരമായ കാര്യങ്ങൾ അതിന്റെ ഇൽമിയായ വശം ഈ പറയുന്ന തൗഹീദുൽ മഅരിഫത്തി വൽ ഇസ്ബാത്താണ് സൂറത്തുൽ ഇഖ്ലാസിലുള്ളത്. പിന്നെ സൂറത്തുൽ കാഫിറൂൻ, അത് തൗഹീദുൽ അമലിയൻ, പ്രാവർത്തികമായി തൗഹീദ് എങ്ങനെ നടപ്പിലാക്കണം. സൂറത്തുൽ കാഫിറൂന്റെ ആയത്തുകൾ പരിശോധിച്ചാൽ അതിലുള്ള പ്രഖ്യാപനം ആ അമലിയായ വശമാണ് വിശദീകരിക്കുന്നത്. കാരണം ഇഖ്ലാസില് തൗഹീദുൽ റുബൂബിയ്യ അസ്മാഉ സിഫാത്ത്, സൂറത്തുൽ കാഫിറൂനിൽ തൗഹീദുൽ ഉലൂഹിയ്യ അല്ലെങ്കിൽ തൗഹീദുൽ ഇബാദ. ആ നിലക്കാണ് ഇവിടെ രണ്ടായി പറഞ്ഞിട്ടുള്ളത്. ഈ ഒരു കാര്യം, അതായത് ഈ നിലക്ക് അള്ളാഹുവിനെ മനസ്സിലാക്കുകയും എന്നിട്ട് അള്ളാഹുവിനെ മാത്രം തേടുകയും ചെയ്യുക എന്നതാണ് മനുഷ്യനെ ഏതൊന്നിനു വേണ്ടി അള്ളാഹു സൃഷ്ടിച്ചുവോ ആ തൗഹീദിന്റെ രണ്ടിനങ്ങൾ എന്ന് പറയുന്നത്. ഇതിനെ സൂചിപ്പിക്കുന്ന തെളിവ് സൂറത്തു തലാഖിലെ 12-ാമത്തെ ആയത്ത്, അല്ലാഹുല്ലദീ ഖലഖ സബഅ സമാവാതിൻ വമിനൽ അർളി മിസ്ലഹുന്ന യതനസ്സലുൽ അംറു ബൈനഹുന്ന ലിതഅലമൂ അന്നല്ലാഹ അലാ കുല്ലി ഷൈഇൻ ഖദീർ വഅന്നല്ലാഹ ഖദ് അഹാത ബികുല്ലി ഷൈഇൻ ഇൽമാ. ഈ ആയത്തും പണ്ഡിതന്മാർ ഒരുപാട് തഫ്സീറുകളിലും അഖീദ ഗ്രന്ഥങ്ങളിലൊക്കെ വിശദീകരിച്ച് കാണാൻ പറ്റും. എന്താ അവിടെ പറയുന്നത്? അള്ളാഹു ആരാണ് എന്ന് പരിചയപ്പെടുത്തുകയാണ്. സൂറത്ത് തലാഖിന്റെ അവസാനത്തെ 12-ാമത്തെ ആയത്താണ്. അള്ളാഹു എന്ന് പറഞ്ഞാൽ 7 ആകാശങ്ങളെ സൃഷ്ടിച്ചവനാണ്. ഭൂമിയിൽ നിന്ന് അതുപോലുള്ളതിനെയും, ഭൂമിയിൽ നിന്ന് അതുപോലുള്ളത് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇത് ഷെയ്ഖ് ഉസൈമീൻ അദ്ദേഹത്തിന്റെ കിതാബ് തൗഹീദിലും മറ്റു പല സ്ഥലങ്ങളിലും വേറെയും പണ്ഡിതന്മാർ വിശദീകരിച്ച് കാണാം. ആകാശത്തെ പോലെ, ഭൂമിയിൽ നിന്നും. ആ പോലെ എന്ന് പറഞ്ഞാൽ ആകാശം പോലെ നമ്മൾ കാണുന്നത് പോലെ വെളുത്തോ കറുത്തോ കാണുന്ന ഈ പുകയാണോ? അതല്ല, അതിൽ സൂര്യനും ചന്ദ്രനും നക്ഷത്രങ്ങളും കോടിക്കണക്കിന് സാധനങ്ങളുണ്ട്. അതുപോലെ തന്നെ ഇതിങ്ങനെ നമ്മൾ പരന്ന അവസ്ഥയിൽ ഇങ്ങനെ നോക്കിയാൽ കാണുന്നു. ഈ പറഞ്ഞതിൽ ഏതെങ്കിലും ഒന്നാണോ ആകാശത്തെ പോലെ എന്ന് പറഞ്ഞത്? അല്ല. പിന്നെന്താണ്? ആ പോലെ എന്നതിൽ ഒരു കാര്യം മാത്രമേ
യോജിച്ചു വരുന്നുള്ളൂ. അത് 7 ആകാശങ്ങളാണ്. ആ 7 ആകാശങ്ങളെ പോലെ തന്നെ ഭൂമിയും 7 എണ്ണമുണ്ട്. ആകാശത്തെ പോലെയല്ല ഭൂമി. വെള്ളം, അതുപോലെ തന്നെ മണ്ണിന്റെ ഘടന, ഭൂമിയുടെ ആകൃതി, ഇങ്ങനെ പറഞ്ഞ ഓരോന്നും രണ്ടും തമ്മിൽ വ്യത്യസ്തമാണ്. അപ്പൊ തമ്മിൽ യോജിക്കുന്ന ഒരു കാര്യം ഈ എണ്ണം മാത്രമേ ഉള്ളൂ. അപ്പൊ 7 ആകാശങ്ങളും അവയെപ്പോലെ ഭൂമിയിൽ നിന്നും സൃഷ്ടിച്ചവൻ എന്ന് പറഞ്ഞാൽ 7 ആകാശങ്ങളെയും 7 ഭൂമിയെയും സൃഷ്ടിച്ചവൻ. എന്നിട്ട് അവക്കിടയിൽ, ആകാശങ്ങൾക്കും ഭൂമിക്കുമിടയിൽ കൽപ്പനകൾ ഇറങ്ങി വരുന്നു. അള്ളാഹുവിന്റെ കൽപ്പനകളും നിർദ്ദേശങ്ങളും കാര്യങ്ങളും ഒക്കെ ആകാശത്ത് നിന്ന് ഭൂമിയിലേക്ക് ഇറങ്ങുന്നു. എന്നിട്ട് അള്ളാഹ് പറയാൻ, അള്ളാഹു ആരാണ് എന്ന് പരിചയപ്പെടുത്തി. നേരത്തെ പറഞ്ഞ റുബൂബിയത്ത്, തൗഹീദുൽ മഅരിഫത്തി വൽ ഇസ്ബാത്ത് എന്ന് പറഞ്ഞല്ലോ. അള്ളാഹു ആരാണ്? 7 ആകാശങ്ങളെയും അതേപോലെ ഭൂമിയെയും സൃഷ്ടിച്ചവനാണ്. എന്നിട്ട് അവക്കിടയിൽ അള്ളാഹുവിന്റെ കൽപ്പനകൾ ഇറങ്ങി വരുന്നു. എന്നിട്ട് അത് എന്തിനു വേണ്ടി? ലി തഅലമു അന്നല്ലാഹ അലാ കുല്ലി ഷൈഇൻ ഖദീർ, നിങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടിയാണ്. അന്നല്ലാഹ, തീർച്ചയായും അള്ളാഹു അലാ കുല്ലി ഷൈഇൻ ഖദീർ, എല്ലാറ്റിനും കഴിവുറ്റവനാകുന്നു. തീർന്നില്ല, വീണ്ടും അല്ലാഹ് പറയാൻ, വ അന്നല്ലാഹ ഖദ് അഹാത ബികുല്ലി ഷൈഇൻ ഇൽമാ, എല്ലാറ്റിനെയും അറിവിനാൽ അള്ളാഹു വലയം ചെയ്തിരിക്കുന്നു. അള്ളാഹുവിന്റെ അറിവ് എന്ന കാര്യം കൊണ്ട് അള്ളാഹു സൃഷ്ടിച്ച ഈ ആകാശഭൂമികളിൽ എന്തെല്ലാം ഉണ്ടോ അതിനെയൊക്കെ അള്ളാഹു അറിവ് കൊണ്ട് വലയം ചെയ്തിരിക്കുന്നു. എന്ന് പറഞ്ഞാൽ നമ്മൾ പറയുന്ന നെറ്റ്വർക്ക്, അള്ളാഹുവിന്റെ അറിവിന്റെ നെറ്റ്വർക്കിനുള്ളിലാണ് ഈ ലോകം മുഴുവനുള്ളത്. അള്ളാഹുവിന്റെ അറിവിനപ്പുറത്ത് ഒരു സംഗതിയും ഭൂലോകത്തില്ല. അങ്ങനെയാണെന്നും, അതായത് അള്ളാഹു അറിവ് കൊണ്ട് എല്ലാറ്റിനെയും വലയം ചെയ്തിട്ടുണ്ടെന്നും അള്ളാഹു എല്ലാറ്റിനും കഴിവുറ്റവനാണെന്നും നിങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടിയാകുന്നു 7 ആകാശങ്ങളെയും 7 ഭൂമിയെയും, അല്ലെങ്കിൽ ഭൂമിയിൽ നിന്ന് 7 ആകാശങ്ങളെപ്പോലെയുള്ളതിനെയും സൃഷ്ടിക്കുകയും അവക്കിടയിൽ അവന്റെ കൽപ്പനകൾ ഇറങ്ങുകയും ചെയ്യുന്നത്. ഇപ്പണി ആരെടുത്തുവോ അവനാണ് അള്ളാഹു. ഈ ആയത്ത് വിശദീകരിച്ചുകൊണ്ട് ഇവിടെ പറഞ്ഞതിന്റെ അപ്പുറത്ത് പണ്ഡിതന്മാർ പറഞ്ഞു കാണാം, ഈ പ്രപഞ്ചം തന്നെ അള്ളാഹു സൃഷ്ടിച്ചത്. നമ്മെ സൃഷ്ടിച്ചത് എന്തിനു വേണ്ടിയാണ്? അള്ളാഹുവിനെ ആരാധിക്കാൻ വേണ്ടിയാണ്. അത് നേരത്തെ പറഞ്ഞു, ഇനി ഇവിടെ വീണ്ടും പറയുന്നുണ്ട്. അപ്പൊ അള്ളാഹുവിനെ ആരാധിക്കാനാണ് അള്ളാഹു നമ്മെ സൃഷ്ടിച്ചത്. ഈ പ്രപഞ്ചം, ആകാശവും ഭൂമിയും അള്ളാഹു സൃഷ്ടിച്ചത് എന്തിനാണ്? മനുഷ്യൻ അള്ളാഹുവിനെ കണ്ടെത്താൻ വേണ്ടിയാണ്. അപ്പൊ ഈ പ്രപഞ്ചത്തിലൂടെ അള്ളാഹുവിനെ കണ്ടെത്തണം. എങ്ങനെ കണ്ടെത്തണം? അള്ളാഹു അലാ കുല്ലി ഷൈഇൻ ഖദീർ, എല്ലാറ്റിനും കഴിവുറ്റവനാണ്. മാത്രല്ല, അള്ളാഹുവിന്റെ അറിവിന് പുറത്ത് ഈ പ്രപഞ്ചത്തിൽ ഒരു സംഗതിയുമില്ല എന്ന് നിങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടിയാകുന്നു അള്ളാഹു ഈ ആകാശങ്ങളെയും ഭൂമിയും സൃഷ്ടിച്ചത്. അപ്പൊ ആകാശഭൂമികളെ സൃഷ്ടിച്ചത് തന്നെ മനുഷ്യൻ അതിലൂടെ അള്ളാഹുവിനെ മനസ്സിലാക്കാനും അള്ളാഹുവിനെ കണ്ടെത്താനും വേണ്ടിയാണ്. അതുപോലെ വേറെ ചില പണ്ഡിതന്മാർ വിശദീകരിച്ചത് കാണാം, മനുഷ്യനെ അള്ളാഹു സൃഷ്ടിച്ചത് 2 കാര്യത്തിനാണ്. ഒന്ന്, അള്ളാഹുവിനെ മാത്രം ആരാധിക്കാൻ. ആ അള്ളാഹുവിനെ മാത്രം ആരാധിക്കാൻ വേണ്ടി അള്ളാഹു മനുഷ്യനെ സൃഷ്ടിച്ചതിന്റെ ലക്ഷ്യമായി നിശ്ചയിച്ചതാണ് അവൻ ഈ പ്രപഞ്ചത്തെക്കുറിച്ച് അള്ളാഹു ഖുർആനിലൂടെ പഠിപ്പിച്ച രീതിയിലും പ്രവാചകൻ വിശദീകരിച്ച രീതിയിലും, ഇനി അല്ലാതെ മനുഷ്യൻ അവന്റെ ബുദ്ധി കൊണ്ട് കണ്ടെത്താവുന്ന രീതിയിലും ഈ പ്രപഞ്ചത്തെ പഠിച്ചുകൊണ്ട് അതിലെ ആയാത്തുകൾ മനസ്സിലാക്കി അള്ളാഹുവിനെ കണ്ടെത്തുക. അപ്പൊ മനുഷ്യൻ ഇൽമ് നേടുക എന്ന് പറയുന്നത് അത് ഒരു മാർഗമല്ല, പിന്നെന്താണ്? അത് ലക്ഷ്യമാണ്. അള്ളാഹുവിനെ ആരാധിക്കുക എന്ന് പറയുന്നത് മനുഷ്യനെ സൃഷ്ടിച്ചതിന്റെ ലക്ഷ്യമായതുപോലെ നമുക്ക് ഈ ജീവിതത്തിൽ നമ്മൾ നേടേണ്ടുന്ന ലക്ഷ്യമാണ് അള്ളാഹുവിനെ സംബന്ധിച്ച് പഠിക്കുക, അവന്റെ നാമവിശേഷണങ്ങളിലൂടെ അള്ളാഹുവിനെ കണ്ടെത്തുക, മനസ്സിലാക്കുക എന്ന് പറയുന്നത്. അതല്ലാതെ ഇതൊരു പഠനം എന്നത് ഒരു മാർഗമല്ല. പഠനം വിശ്വാസിയുടെ, മനുഷ്യന്റെ അള്ളാഹുവിനെ കണ്ടെത്തുക എന്ന ലക്ഷ്യമാകുന്നു. അപ്പൊ ഇതൊരു ഒരു മാർഗമല്ല പഠിക്കൽ. വേറെ ദുനിയാവിലുള്ള ഏത് അറിവ് പരിശോധിച്ചാലും വേറെ ഒരു ലക്ഷ്യത്തിലേക്ക് എത്താനുള്ള മാർഗമാണ്. ഇപ്പൊ കണക്ക് പഠിക്കുന്നത് എന്തിനാ? കണക്കനാകാൻ, എഞ്ചിനീയർ ആകാൻ. സയൻസ് പഠിക്കുന്നു ഡോക്ടറാകാൻ. ആശാരിപ്പണി പഠിക്കുന്നു ആശാരിയാകാൻ. അങ്ങനെ ഏത് ഇൽമു നോക്കിയാലും വേറെ ലക്ഷ്യം ഉണ്ടാവും. ആ ലക്ഷ്യത്തിലേക്ക് എത്താനുള്ള ഒരു മാർഗം എന്നുള്ള നിലക്കാണ് ഏത് ദുനിയാവിലെ അറിവും മനുഷ്യൻ നേടുന്നത്. എന്നാൽ മതപരമായ, അതിൽ ഏറ്റവും ശ്രേഷ്ഠമായ അള്ളാഹുവിനെ സംബന്ധിച്ചുള്ള അറിവ് എന്നത് നമുക്ക് എങ്ങോട്ടോ എത്താനുള്ള ഒരു മാർഗമല്ല, മറിച്ച് നമ്മെ അള്ളാഹു സൃഷ്ടിച്ചതിന്റെ ലക്ഷ്യമാണ്. ആ ലക്ഷ്യം നമ്മൾ നേടുമ്പോഴാണ് അള്ളാഹുവിനെ ആരാധിക്കുക എന്ന നമ്മളെ സൃഷ്ടിച്ചതിന്റെ ലക്ഷ്യം നേടാൻ നമുക്ക് സാധിക്കുക. ഇത് സൂചിപ്പിക്കുന്ന മറ്റൊരു ആയത്താണ് വമാ ഖലഖ്തുൽ ജിന്ന വൽ ഇൻസ ഇല്ലാ ലിയഅ്ബുദൂൻ. എന്നെ ആരാധിക്കാൻ വേണ്ടിയല്ലാതെ മനുഷ്യരെയും ജിന്നുകളെയും നാം സൃഷ്ടിച്ചിട്ടില്ല. കണ്ടോ? അപ്പൊ അവിടെ എന്തുണ്ടായി? മനുഷ്യരെയും ജിന്നുകളെയും അള്ളാഹു സൃഷ്ടിച്ചത് അള്ളാഹുവിനെ ആരാധിക്കാൻ വേണ്ടിയാണ്. പിന്നെ ഈ പ്രപഞ്ചം അള്ളാഹു സൃഷ്ടിച്ചത് എന്തിനാണ്? ആകാശഭൂമികളിലൂടെ, ആകാശത്തിൽ നിന്ന് താഴോട്ട് ഇറങ്ങി വരുന്ന കൽപ്പനകളിലൂടെ. അപ്പൊ അതിൽ അസ്മാഉ സിഫാത്ത് പെടും, പിന്നെ പ്രപഞ്ചത്തിലുള്ള ദൃഷ്ടാന്തങ്ങൾ പെടും. അതിലൂടെ അള്ളാഹു ഖദീർ,
എല്ലാറ്റിനും കഴിവുള്ളവൻ, എല്ലാം അറിയുന്നവൻ. അപ്പൊ എന്താ ഇവിടെ അള്ളാഹു രണ്ടായത്തിലും മുകളിൽ പറഞ്ഞ തലാഖിലെ ആയത്തും ദാരിയാത്തിൽ 56-ാമത്തെ ആയത്തിലും തുടങ്ങുന്നത് അല്ലെങ്കിൽ സൂചിപ്പിക്കുന്നത് ഖലഖ, സൃഷ്ടിച്ചു എന്ന് പറഞ്ഞുകൊണ്ടാണ്. ആ സൃഷ്ടിച്ചു എന്ന് പറഞ്ഞതിന് ശേഷമാണ് ഈ കാര്യം വിശദീകരിക്കുന്നത്. അള്ളാഹുവിനെ ആരാധിക്കാൻ വേണ്ടി സൃഷ്ടിച്ചു. പ്രപഞ്ചത്തെ അള്ളാഹു സൃഷ്ടിച്ചു. എന്തിനു വേണ്ടി? അള്ളാഹുവിനെ മനസ്സിലാക്കുവാൻ. എന്ത് മനസ്സിലാക്കാൻ? അവിടെ അള്ളാഹുവിന്റെ വിശേഷണങ്ങൾ പറഞ്ഞു, അതുപോലെ തന്നെ സിഫത്ത് പറഞ്ഞു. ഖദീർ, അലാ കുല്ലി ഷൈഇൻ ഖദീർ, എല്ലാറ്റിനും കഴിവുറ്റവൻ. അഹാത ബികുല്ലി ഷൈഇൻ ഇൽമ, അത് അള്ളാഹിന്റെ സിഫത്താണ്. ഇൽമ കൊണ്ട് എല്ലാറ്റിനെയും പൊതിഞ്ഞവൻ. അപ്പൊ ഈ ആയത്ത്, ഇനി എന്റെ വിശദാംശങ്ങളൊക്കെ വേറെ നിങ്ങൾ പരിശോധിക്കുക, അത്യാവശ്യം മനസ്സിലാകാൻ മാത്രമാണ് ഞാൻ വിശദീകരിച്ചിട്ടുണ്ട്. അപ്പൊ ഈ രണ്ട് കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കിയാൽ നാമവിശേഷണങ്ങളിലൂടെ അള്ളാഹു നിശ്ചയിച്ചിട്ടുള്ള ദൃഷ്ടാന്തങ്ങളിലൂടെ അള്ളാഹുവിനെ കണ്ടെത്തുക എന്ന തൗഹീദുൽ മഅരിഫത്തി വൽ ഇസ്ബാത്തും, അതിലൂടെ ലഭിക്കേണ്ടുന്ന അള്ളാഹുവിനെ മാത്രം ആരാധിക്കുക എന്ന് പറയുന്ന തൗഹീദുൽ ഇറാദത്തി വത്വലബ്, അല്ലെങ്കിൽ തൗഹീദുൽ ഇബാദ, അല്ലെങ്കിൽ തൗഹീദുൽ ഉലൂഹിയ്യ എന്ന് പറയുന്നതുമാണ് തൗഹീദിന്റെ രണ്ടിനങ്ങൾ. അതിലേക്കാണ് നമ്മൾ എത്തിച്ചേരേണ്ടത്. ഈ പറഞ്ഞ ആയത്തുകളിൽ ഒന്നാമത്തെ ആയത്തിൽ, അതായത് സൂറത്തു തലാഖിലെ ആയത്തിൽ അല്ലാഹു തആല പ്രത്യേകം എടുത്തു പറഞ്ഞു ലി തഅലമൂ. എന്തിനാണ് ഈ പ്രപഞ്ചം അല്ലാഹു സൃഷ്ടിച്ചത്? ലി തഅലമൂ, നിങ്ങൾ ഇൽമുള്ളവരാകാൻ വേണ്ടി. എന്ത് ഇൽമ്? പർവ്വതങ്ങൾ എന്തിനുണ്ടാക്കി? അതിന് താഴോട്ട് വേരുണ്ടോ അല്ലേ? കടലിൽ എത്ര വെള്ളമുണ്ട്, ഏതൊക്കെ കടലുണ്ട് എന്ന് പഠിക്കാനല്ല. ലി തഅലമൂ, അതിലൂടെ നിങ്ങൾ അള്ളാഹു ആര് എന്ന് മനസ്സിലാക്കാൻ വേണ്ടി. അതാണ് ഒന്നാമത്തെ ആയത്ത് പറഞ്ഞത്. രണ്ടാമത്തെ ആയത്തിലോ അള്ളാഹു പറഞ്ഞു നിങ്ങളെ നാം സൃഷ്ടിച്ചിരിക്കുന്നു എന്തിനു വേണ്ടി? ലി തഅബുദൂ, നിങ്ങൾ ആരാധിക്കാൻ വേണ്ടി. അപ്പൊ അള്ളാഹുവിനെ അവന്റെ നാമവിശേഷണങ്ങളിലൂടെ, ഖുർആനിലൂടെ, ഹദീസുകളിലൂടെ മനസ്സിലാക്കി അവനെ ആരാധിക്കാൻ വേണ്ടിയാണ് നിങ്ങളെ നാം സൃഷ്ടിച്ചത്. രണ്ടായത്തും കൂടി ചേർത്ത് വായിച്ചാൽ കിട്ടുന്ന ആശയത്തിന്റെ ചുരുക്കം അതാണ്. അപ്പൊ രണ്ടും നമുക്ക് ഈ ലോകത്ത് നേടേണ്ടുന്ന ലക്ഷ്യങ്ങളാകുന്നു. ഒന്ന് അള്ളാഹുവിനെ ആരാധിക്കുക, ആ ആരാധിക്കുക എന്ന ലക്ഷ്യം നേടാൻ അള്ളാഹുവിനെ കുറിച്ച് പഠിക്കുക എന്ന ലക്ഷ്യം നമ്മൾ ഉൾക്കൊള്ളുക. ഇതൊക്കെ പറഞ്ഞുകൊണ്ടിരുന്ന എന്തിനാ? അസ്മാ സിഫാത്തുകൾ മനസ്സിലാക്കി അള്ളാഹുവിനെ അറിയുകയും അവനിൽ വിശ്വസിക്കുകയും ചെയ്യേണ്ടതുണ്ട്. വിശുദ്ധ ഖുർആനിൽ ഈ ആശയങ്ങൾ സൂചിപ്പിക്കുന്ന ഒരുപാട് ആയത്തുകളും അതുപോലെ തന്നെ ആയത്തുകളുടെ അവസാനത്തെ വാക്കുകളുമൊക്കെ പരിശോധിച്ചാൽ ഇക്കാര്യം നമുക്ക് മനസ്സിലാകും. ഈ പറയുന്ന മഹത്തായ ഇൽമിന്റെ ശ്രേഷ്ഠതയും അതിനെ പരിഗണിക്കേണ്ടതിന്റെ, ശ്രദ്ധിക്കേണ്ടതിന്റെ ആവശ്യകതയും ഇവിടെ കുറെ ആയത്ത് കൊടുക്കുന്നുണ്ട്. ഒക്കെ അങ്ങനെ വായിച്ചുവാ. ഓരോ ആയത്തിന്റെ അവസാനങ്ങളാണ്, ആയത്ത് മുഴുവനല്ല. പല കാര്യങ്ങളെ കുറിച്ച് പറഞ്ഞിട്ട് അള്ളാഹു ആയത്ത് അവസാനിപ്പിക്കുന്നത് സൂറത്തുൽ ബഖറ 209 ആയത്തിൽ ഫഅലമു അന്നല്ലാഹ അസീസുൻ ഹകീം. അതിനാൽ നിങ്ങൾ അറിയുക. ഈ അതിനാൽ എന്ന് പറയുമ്പോൾ അതിന്റെ മുമ്പ് സൃഷ്ടിപ്പുമായി ബന്ധപ്പെട്ടതോ അല്ലെങ്കിൽ വിധികളുമായി ബന്ധപ്പെട്ടതോ അങ്ങനെയുള്ള എന്തെങ്കിലും ആരാധനയുമായി ബന്ധപ്പെട്ടതോ ഹിക്മത്തുമായി ബന്ധപ്പെട്ടതോ ഒക്കെ പറഞ്ഞിട്ടുണ്ടാവും. അതിനാൽ നിങ്ങൾ അറിയുക. എന്തറിയണം? അന്നല്ലാഹ അസീസുൻ ഹക്കീം, അള്ളാഹു അസീസുൻ ഹക്കീമുമാണ് എന്ന് നിങ്ങൾ അറിയണം. എന്താ അസീസുൻ ഹക്കീം? അള്ളാഹിന്റെ രണ്ട് പേരാണ്. അള്ളാഹു അങ്ങനെയുള്ള ഈ രണ്ട് പേരുകൾ, രണ്ട് ഗുണങ്ങൾ ഉള്ളവനാണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. നേരത്തെ പറഞ്ഞല്ലോ ലി തഅലമു, നിങ്ങൾ അറിയാൻ വേണ്ടിയിട്ട്. അപ്പൊ നിങ്ങൾ എന്താ അറിയേണ്ടത്? അള്ളാഹു എന്നാൽ അസീസാണ്, ഹക്കീമാണ് നിങ്ങൾ മനസ്സിലാക്കണം. അപ്പൊ എന്തായി? അള്ളാഹുവിന്റെ രണ്ട് പേര് പറഞ്ഞു. രണ്ട് പേരിൽ അടങ്ങിയിട്ട് സിഫത്തുണ്ട്. ആ സിഫത്ത് നിങ്ങൾ പഠിക്കേണ്ടതാണ്. ആരോടാ? മനുഷ്യന്മാരുള്ള കൽപ്പനയാണ്. നിങ്ങളത് പഠിക്കണം. സൂറത്തുൽ ബഖറ 231 വഅലമു അന്നല്ലാഹ ബികുല്ലി ഷൈഇൻ അലീം, അള്ളാഹു എല്ലാറ്റിനെ സംബന്ധിച്ചും അറിയുന്നവനാണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. കണ്ടോ? എല്ലായിടത്തും ഒരേ പ്രയോഗമാണ്. ഇവിടെ വായിക്കാൻ പോണ ആയത്തൊക്കെ തുടങ്ങുന്നത് വഅലമു അന്നല്ലാഹ ബിമാ തഅമലൂന ബസീർ, സൂറത്തുൽ ബഖറ 233. നിങ്ങൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളെ സംബന്ധിച്ച് അള്ളാഹു അറിയുന്നവനാണെന്ന് നിങ്ങൾ കാണുന്നവനാണെന്ന് നിങ്ങൾ മനസ്സിലാക്കുക. സൂറത്തുൽ ബഖറ 235 വഅലമു അന്നല്ലാഹ ഗഫൂറുൻ ഹലീം, അള്ളാഹു പാപങ്ങൾ പൊറുക്കുന്നവനും സഹനമുള്ളവനുമാകുന്നു എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. അവിടെ ഗഫൂർ, ഹലീം ഒക്കെ ഒന്നോ രണ്ടോ സിഫത്തുകൾ പറയുന്നു. ആ സിഫത്തിനെ നിങ്ങൾ പഠിക്കണം. എന്തിനാ? അങ്ങനെ സിഫത്തുകളിലൂടെ, പേരുകളിലൂടെ അള്ളാഹു നിങ്ങൾ കണ്ടെത്തണം. വഅലമു അന്നല്ലാഹ സമീഉൻ അലീം, സൂറത്തുൽ ബഖറ 244 അള്ളാഹു കേൾക്കുന്നവനും അറിയുന്നവനുമാണെന്ന് നിങ്ങൾ മനസ്സിലാക്കണം. അവിടെ രണ്ട് സിഫത്ത് പറഞ്ഞു, കേൾക്കുന്നവൻ, അറിയുന്നവൻ. വഅലമു അന്നല്ലാഹ ഗനിയ്യുൻ ഹമീദ്, സൂറത്തുൽ ബഖറ 267 നിങ്ങൾ അള്ളാഹു ധന്യനും സ്തുത്യർഹനുമാകുന്നു എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. അവിടെ രണ്ട് സിഫത്ത് പറഞ്ഞു, ഇസ്മു പറഞ്ഞു, ഗനിയ്യുൻ ഹമീദുൻ. വഅലമു അന്നല്ലാഹ ശദീദുൽ ഇഖാബ് വഅന്നല്ലാഹ ഗഫൂർ റഹീം, സൂറത്തുൽ മാഇദ 97 അല്ലാഹു സുബ്ഹാനഹു വ തആല കഠിനമായി ശിക്ഷിക്കുന്നവനും എന്നാൽ അവൻ ധാരാളമായി പൊറുക്കുന്നവനും കരുണയുള്ളവനുമാണ് എന്നും നിങ്ങൾ മനസ്സിലാക്കണം. ഫഅലമു അന്നല്ലാഹ മൗലാക്കും നിഅമൽ മൗലാ വ നിഅമൻ നസീർ,
സൂറത്തുൽ അംഫാൽ 40-ാമത്തെ ആയത്ത്, അതിനാൽ നിങ്ങൾ അറിയുക അല്ലാഹു ആകുന്നു നിങ്ങളുടെ മൗല, യജമാനൻ. നിഅമൽ മൗല വനിഅമൻ നസീർ, ആ യജമാനൻ എത്ര നല്ല യജമാനൻ, അവൻ എത്ര നല്ല സഹായി. ഇവിടെ കണ്ട മൗല, അൻ നസീർ, രണ്ട് പേര്, രണ്ട് വിശേഷണം. സൂറത്തുൽ ബഖറ 194, വഅലമു അന്നല്ലാഹ മഅൽ മുത്തഖീൻ, അല്ലാഹു സുബ്ഹാനഹു വ തആല അവനെ സൂക്ഷിച്ച് ജീവിക്കുന്ന ആളുകളോടൊപ്പമുണ്ട്. ഇത് അല്ലാഹുവിന്റെ സിഫത്താണ്. നമ്മോടൊപ്പമുണ്ടെന്ന് പറഞ്ഞാൽ നേരത്തെ പറഞ്ഞ കാഴ്ച, കേൾവി, അറിവ്, ഈ 3 കാര്യങ്ങളാൽ അല്ലാഹു നമ്മോടൊപ്പമുണ്ട്. അല്ലാതെ നമ്മുടെ കൂടെ അല്ലാഹ് അങ്ങനെ ഭൂമിയിൽ കൂടെ നടക്കുകയാണെന്നല്ല, അത് വേറെയാണ്. മഅയ്യത്തുള്ള. സൂറത്തുൽ ബഖറ 225, വഅലമു അന്നല്ലാഹ യഅലമു മാ ഫീ അൻഫുസികും ഫഹ്ദറൂഹ്, മനുഷ്യരെ നിങ്ങൾ അറിയുക, തീർച്ചയായും അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങളുടെ മനസ്സിലുള്ളതെന്തോ അത് അല്ലാഹു അറിയുന്നു. പുറത്തുള്ളതല്ല, മനസ്സിലുള്ളതും അറിയുന്നു. അതുകൊണ്ട് ഫഹ്ദറൂഹു, മനസ്സിലുള്ളതറിയുന്നവനാണ് അല്ലാഹു എന്നതുകൊണ്ട് അല്ലാഹുവിനെ നിങ്ങൾ പേടിക്കണം, സൂക്ഷിക്കണം. കണ്ടോ, അല്ലാഹുവിനെ പേടിക്കണം എന്ന് പറയാൻ അതിന്റെ മുമ്പെന്ത് പറഞ്ഞു? അള്ളാഹുവിന്റെ സിഫത്ത് പറഞ്ഞു. ഹൃദയത്തിൽ മനസ്സിലുള്ളത് അള്ളാഹ്ക്കറിയാം. മനസ്സിലുള്ളതും അറിയാവുന്ന അള്ളാഹു ആണെങ്കിൽ ഒന്നും മറച്ചേക്കാൻ പറ്റില്ല. അതുകൊണ്ട് ആ അള്ളാഹു നിങ്ങൾ സൂക്ഷിക്കണം. ഫഅലം അന്നഹു ലാ ഇലാഹ ഇല്ലല്ലാഹ്, സൂറത്ത് മുഹമ്മദിലെ 19-ാമത്തെ ആയത്ത് പലപ്പോഴും നമ്മൾ കേൾക്കുന്നതാണ്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ലാ ഇലാഹ ഇല്ലല്ലാഹ് പഠിപ്പിക്കാൻ വന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അള്ളാഹു കൽപ്പിക്കുന്നത്, മുഹമ്മദേ ഫഅലം, നീ അറിയണം, അന്നഹു ലാ ഇലാഹ ഇല്ലല്ലാഹ്, ആരാധനക്കർഹനായി അല്ലാഹു അല്ലാതെ മറ്റാരുമില്ലെന്ന് നീ അറിയണം. അപ്പൊ നബിനോടാ കൽപ്പന, നീ അറിയണം. നബിനോട് മാത്രമല്ല, പഠിപ്പിക്കാൻ വന്ന നബിനോട് ആ കൽപ്പന ഉണ്ടെങ്കിൽ പഠിക്കേണ്ട പഠിതാക്കളായ നമുക്ക് ആ കൽപ്പന ബാധകമാണല്ലോ. അള്ളാഹുവിന് ആരാധനക്കർഹൻ അള്ളാഹു മാത്രമാണെന്ന് അറിയണം. ഇങ്ങനെ ഒരുപാട് ആയത്തുകൾ വിശുദ്ധ ഖുർആനിൽ 30ഓളം ആയത്തുകൾ ഈ തരത്തിൽ വന്നിട്ടുണ്ട് എന്നാണ്. ഇവിടെ 5-10 പറഞ്ഞിട്ടുള്ളൂ. അതൊക്കെ എന്താണ്? മനുഷ്യരോട് അള്ളാന്റെ കൽപ്പനയാണ്. അറിയണം, അറിയണം, അറിയണം. എന്താ അറിയണം? എന്തറിയാനാ പറഞ്ഞത്? അള്ളാഹുവിന്റെ പേരുകളും സിഫത്തുകളും മനസ്സിലാക്കണം. അങ്ങനെ അള്ളാഹുവിനെ അറിയണം. അപ്പൊ ഇതിപ്പോ 30 ഇവിടെ കുറച്ചു കാര്യം സൂചിപ്പിച്ചു. ഇതിലൂടെയും മുകളിൽ പറഞ്ഞ സൂറത്ത് തലാഖിലെ 12-ാമത്തെ ആയത്തും ദാരിയാത്തിലെ 56-ാമത്തെ ആയത്തിലൂടെയും ഒക്കെ നമ്മളെ സൃഷ്ടിച്ചത് എന്തിനാണെന്നും, എങ്ങനെ അള്ളാഹുവിനെ മനസ്സിലാക്കാൻ നമ്മൾ ശ്രമിക്കണമെന്നും, എങ്ങനെ അള്ളാഹുവിനെ കുറിച്ച് മനസ്സിലാക്കുമ്പോഴാണ് നമ്മുടെ ദീനാകുന്ന കെട്ടിടം പൊളിഞ്ഞു പോകാതെ അത് ഉന്നതമായി പദവികളോടുകൂടി നിലനിൽക്കുക എന്നും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇനി അള്ളാഹുവിന്റെ ഇസ്മുകളെക്കുറിച്ചും സിഫത്തുകളെക്കുറിച്ചും വിശുദ്ധ ഖുർആനിൽ അള്ളാഹു പ്രസ്താവിച്ചു എന്ന് പറയുന്നത് അതും ഒരുപാട് സ്ഥലങ്ങളിൽ വന്നിട്ടുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വ തആല മറ്റേതൊരു കാര്യത്തെ സംബന്ധിച്ചും പറഞ്ഞിട്ടുള്ള കാര്യത്തോട് ഇതിനെ തുലനം ചെയ്യാൻ സാധിക്കുകയില്ല. എന്ന് പറഞ്ഞാൽ മറ്റ് വിഷയങ്ങളെക്കുറിച്ച് പറഞ്ഞതിനേക്കാൾ കൂടുതൽ അള്ളാഹുവിന്റെ ഇസ്മുകളും സിഫത്തുകളും അവൻ ഖുർആനിൽ പറഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് തന്നെ വിശുദ്ധ ഖുർആനിൽ പ്രസ്താവിക്കപ്പെട്ടിട്ടുള്ള കാര്യങ്ങളിൽ ഏറ്റവും മഹത്തായതും ഏറ്റവും ശ്രേഷ്ഠമായതും ഏറ്റവും ഉന്നതമായതും അള്ളാഹുവിനെ സംബന്ധിച്ചുള്ള അറിവാകുന്നു. ഇതാണ് തുടക്കത്തിൽ പറഞ്ഞത്. ഏറ്റവും ശ്രേഷ്ഠമായ അറിവ് എന്ന് പറയുന്നത് അള്ളാഹുവിനെ കുറിച്ച് അറിയലാണ്, അവന്റെ നാമവിശേഷങ്ങളോട് മനസ്സിലാക്കുക എന്ന് പറയുന്നതാണ്. അതുകൊണ്ടാണ് ഒരാൾക്ക് ഹൈർ കൊടുക്കാൻ അള്ളാഹു ഉദ്ദേശിച്ചാൽ അവൻ അള്ളാഹു മതത്തിൽ ഫിഖ്ഹുള്ളവനാക്കുമെന്ന് വരുന്നത്. ആ ഫിഖ്ഹ് എങ്ങനെ ഉണ്ടാവും? ഈ പറയുന്ന അസ്മാഉ സിഫാത്തിന്റെ പഠനത്തിലൂടെ ഉണ്ടാകും. അപ്പോ ഇതിനേക്കാൾ ശ്രേഷ്ഠമായ ഒരു അറിവും ലോകത്തില്ല എന്നതാണ്. ഇനി ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ ഈ വിഷയമായി പറഞ്ഞിട്ടുള്ള ഒരു ഉദ്ധരണി ഇവിടെ കൊടുത്തിട്ടുണ്ട്. വിശുദ്ധ ഖുർആനിൽ അള്ളാഹുവിന്റെ നാമവിശേഷണങ്ങളെ സംബന്ധിച്ചും അവന്റെ പ്രവർത്തനങ്ങളെ സംബന്ധിച്ചുമുള്ള പ്രസ്താവനകളുണ്ട്. ആ പ്രസ്താവനകൾ ഖുർആനിൽ സ്വർഗലോകത്ത് വിശ്വാസികൾക്ക് കിട്ടുമെന്ന് പറയപ്പെട്ടിട്ടുള്ള ഭക്ഷണം, പാനീയം, സ്വർഗത്തിൽ നടക്കുന്ന വിവാഹം, ഇതൊക്കെ പറഞ്ഞതിനേക്കാൾ ഏറെയാണ് അള്ളാഹുവിന്റെ ഇസ്മും സിഫത്തും അഫ്ആലുകളും കുറിച്ച് ഖുർആനിൽ വന്നിട്ടുള്ള പ്രസ്താവനകൾ. അപ്പൊ ഖുർആനിൽ നമുക്ക് കാണാം, ഖുർആനിന്റെ 1/3 ഭാഗം പരലോകത്തെ സംബന്ധിച്ചാണ് എന്ന് പൊതുവെ പറയാറുണ്ട്. അപ്പൊ അതിൽ സ്വർഗങ്ങളും നരകങ്ങളും ഉണ്ട്. അപ്പറഞ്ഞതിനേക്കാളൊക്കെ ഏറെ അള്ളാഹുവിന്റെ ഇസ്മും സിഫത്തും അവന്റെ പ്രവർത്തനങ്ങൾ എന്തൊക്കെയാണ് എന്ന് അള്ളാഹുവിനെ പരിചയപ്പെടുത്താനാണ് ഖുർആനിൽ ഉപയോഗിച്ചിട്ടുള്ളത്. അള്ളാഹുവിന്റെ നാമവിശേഷണങ്ങൾ ഉൾക്കൊള്ളുന്ന ആയത്തുകൾ അഅ്ളമു ഖദ്റൻ മിൻ ആയാത്തിൽ മആദ്. കണ്ടോ, പരലോകത്തെക്കുറിച്ച് പറയാൻ വേണ്ടി അള്ളാഹു ഖുർആനിൽ ഉപയോഗിച്ചിട്ടുള്ള ആയത്തുകളെക്കാൾ കൂടുതൽ ആയത്തുകൾ എന്തിനെക്കുറിച്ച് അള്ളാഹു ഉപയോഗിച്ചിട്ടുണ്ട്? അവന്റെ നാമവിശേഷണങ്ങളെ കുറിച്ച് പറയാൻ ഉപയോഗിച്ചിട്ടുണ്ട്. വിശുദ്ധ ഖുർആനിലെ ഏറ്റവും ശ്രേഷ്ഠമായ ആയത്ത്, ഏറ്റവും മഹത്തായ ആയത്ത് എന്ന് പറയുന്നത് ആയത്തുൽ കുർസിയാണ്. സൂറത്തുൽ ബഖറയിലെ 255-ാമത്തെ ആയത്ത്. ഈ ആയത്തുൽ കുർസിയാണ് ഏറ്റവും ശ്രേഷ്ഠമായ ആയ, അഅ്ളമു ആയ.
എന്ന് പറഞ്ഞത് ആയത്തുൽ കുർസിയാണ്. എന്തുകൊണ്ടാണ് അഅലമു ആയത്തുൽ കുർസിയെ അഅലമു ആയത്? ഏറ്റവും നീളം കൂടിയ ആയത്തായത് കൊണ്ടാണോ? അല്ല. ഏറ്റവും നീളം കൂടിയായത് സൂറത്തുൽ ബഖറയിലെ 282 കടവുമായി ബന്ധപ്പെട്ട സാമ്പത്തിക ഇടപാടുകളും അതിന്റെ സാക്ഷികളും എഴുത്തുകളും വാചകങ്ങൾ ആര് പറയണം, ആരെഴുതണം, സാക്ഷി എന്ത് ചെയ്യണം എന്നിങ്ങനെയുള്ള കാര്യങ്ങളാണ് ഏറ്റവും വലിയ ആയത്ത്. എന്നാൽ അതിന്റെ ഒരു 1/3 മാത്രം, ഒരുപക്ഷെ അതിൽ താഴെ മാത്രം വരുന്നതാണ് ഈ ആയത്തുൽ കുർസി എന്ന് പറയുന്നത്. അപ്പൊ വലുപ്പം കൊണ്ടല്ല. പിന്നെ എന്തുകൊണ്ടാണ്? മഹത്വം കൊണ്ട് ഏറ്റവും മഹത്തായ ആയത്ത് എന്ന് പറയുന്നത് ആയത്തുൽ കുർസിയാണ്. ഇമാം മുസ്ലിം ഉദ്ധരിച്ചിട്ടുള്ള നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഉബയ്യ് ഇബ്നു കഅബ് റളിയല്ലാഹു അൻഹുവിനോട് ചോദിച്ച ഒരു ചോദ്യം, അത്തദ്രി അയ്യു ആയത്തിൻ ഫീ കിതാബില്ലാഹി അഅലം, അള്ളാഹുവിന്റെ കിതാബിൽ ഏറ്റവും മഹത്തായ ആയത്ത് ഏതാണെന്ന് ഉബയ്യ് ഇബ്നു കഅബ് നിനക്കറിയാമോ എന്ന് നബി ചോദിച്ചു. അദ്ദേഹം പറഞ്ഞു, അല്ലാഹു ലാ ഇലാഹ ഇല്ലാ ഹുവൽ ഹയ്യുൽ ഖയ്യൂം ഫളറബ ബിയദിഹി ഫീ സദ്രിഹി. ഉബയ്യ് ഇബ്നു കഅബ് ഇത് പറഞ്ഞു ആയത്തുൽ കുർസിയാണ്. ഇതല്ലാത്ത വേറെയും റിവായത്തുകൾ ഈ പറഞ്ഞതല്ലാത്ത നിലക്ക് വന്നിട്ടുണ്ട്. നബി ചോദിച്ചു, പറഞ്ഞു എന്നൊക്കെ പറയുന്നത്. എന്നിട്ട് നബി ഉബയ്യ് ഇബ്നു കഅബിന്റെ നെഞ്ചിൽ ഒരു ചെറിയ കൊട്ടു കൊടുത്തു. എന്നിട്ട് പറഞ്ഞു, ലിയഹ്നിക് അൽ ഇൽമു അബൽ മുൻദിർ. ലിയഹ്നിക് എന്നാൽ ലിയഹ്നിക എന്നാണ് അതിന്റെ അസ്ലി പണ്ഡിതന്മാർ വിശദീകരിച്ചത്. അബുൽ മുൻദിറെ, മുൻദിറിന്റെ പിതാവേ, അൽ ഇൽമ് അറിവ് എന്ന് പറയുന്നത് നിനക്ക് സുഖകരമാകട്ടെ. അപ്പൊ ഇവിടെ എന്താ ആയത്തുൽ കുർസി അല്ലെങ്കിൽ അഅലമു ആയ എന്ന് പറഞ്ഞത് ഏതാണ് ആ ആയത്ത് എന്ന ചോദ്യത്തിന് മറുപടി പറഞ്ഞു. ആ മറുപടി പറഞ്ഞതിനെ സംബന്ധിച്ചാണ് നബി പറയുന്നത് അൽ ഇൽമ്, അള്ളാഹുവിന്റെ മഹത്വത്തെ സൂചിപ്പിക്കുന്ന ആയത്തിനെ സംബന്ധിച്ചുള്ള അല്ലെങ്കിൽ അത്തരത്തിലുള്ള അറിവ് എന്ന് പറയുന്നത് നിനക്ക് എളുപ്പമാകട്ടെ, സുഖകരമാകട്ടെ, എന്നുള്ള നല്ല നിലയിലായിത്തീരട്ടെ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തെ അനുമോദിച്ചുകൊണ്ട് പറഞ്ഞത്. അപ്പൊ വിശുദ്ധ ഖുർആനിലെ ഏറ്റവും മഹത്വരമായ ആയത്ത് എന്ന് പറയുന്നത് അള്ളാഹു ആരാണ്, അവന്റെ ഗുണഗണങ്ങളും വിശേഷണങ്ങളും കഴിവുകളും എന്താണ് എന്ന് പഠിപ്പിക്കുന്ന ആയത്തുൽ കുർസിയാൻ. ഇതേപോലെ സ്വഹീഹിൽ സ്ഥിരപ്പെട്ട ഒരു ഹദീസിൽ നമുക്കിങ്ങനെ കാണാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അബൂ സഈദിനോട് പറഞ്ഞു, ഇന്നഹു ലം യൻസിൽ ഫിൽ തൗറാത്തി വലാ ഫിൽ ഇൻജീലി വലാ ഫിൽ സബൂരി വലാ ഫിൽ ഖുർആനി മിത്ലുഹാ. തൗറാത്തിലോ ഇൻജീലിലോ സബൂറിലോ ഖുർആനിലോ തന്നെയും അങ്ങനെയുള്ള ഒരു സൂറത്തില്ല. വഹിയ അസ്സബുൽ മസാനി. അപ്പൊ തൗറാത്തിലും ഇൻജീലിലും സബൂറിലും ഖുർആനിൽ തന്നെയും തുല്യമായി ഇല്ലാത്ത ഒരു സൂറത്താണ് അസ്സബുൽ മസാനി എന്ന് പറയുന്നത്. അസ്സബുൽ മസാനി എന്ന് പറഞ്ഞാൽ ആവർത്തിത വചനങ്ങൾ അല്ലെങ്കിൽ ആവർത്തിക്കപ്പെടുന്ന 7 എണ്ണങ്ങൾ എന്നാണ്. നമ്മൾ ഫാത്തിഹന്റെ പേരുകളും അതിന്റെ ശ്രേഷ്ഠതയുമായി ബന്ധപ്പെട്ട് പലപ്പോഴും പഠിച്ചിട്ടുണ്ടാവും. അസ്സബുൽ മസാനി എന്ന് പറഞ്ഞാൽ ഒരു സത്യവിശ്വാസി നമസ്കാരത്തിൽ 5 വക്ത് നിസ്കരിക്കണം. 5 വക്തിലായി 17 തവണ, സുന്നത്തൊന്നും കൂട്ടാതെ തന്നെ 17 തവണ നിർബന്ധമായി ഒരു വിശ്വാസി ദിവസവും 17 വട്ടം പാരായണം ചെയ്യേണ്ടുന്ന, ആവർത്തിച്ചോതേണ്ടുന്ന ഒരു സൂറത്താണ്. അതുകൊണ്ടാണ് ആവർത്തിത വചനങ്ങൾ എന്ന് പറയുന്നത്. അപ്പൊ ആ 7 അസ്സബുൽ മസാനി, അതായത് സൂറത്തുൽ ഫാത്തിഹ. പിന്നെ വൽ ഖുർആനുൽ അലീമുല്ലദീ ഊതീതുഹു, എനിക്ക് നൽകപ്പെട്ടതായ മഹത്തായ ഖുർആനും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അപ്പൊ ഇതിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഈ സൂറത്തുൽ ഫാത്തിഹയിൽ അതിൽ അള്ളാഹുവിന്റെ ഇസ്മുകളും മഹത്തായ സിഫത്തുകളും പ്രസ്താവിച്ചിട്ടുണ്ട്. ഇനി ഖുർആൻ മൊത്തത്തിലെടുത്താലും എന്തിനേക്കാൾ പരലോകത്തെക്കുറിച്ച് പ്രതിപാദിച്ചതിനേക്കാൾ കൂടുതൽ. സൂറത്തുൽ ഫാത്തിഹ തുടങ്ങിയാൽ തന്നെ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അർറഹ്മാനിർ റഹീം മാലിക് യൗമിദ്ദീൻ, അതൊക്കെ എന്താണ്? അള്ളാഹുവിന്റെ വ്യത്യസ്തങ്ങളായ ഇസ്മുകളാണ്. പിന്നെ അതിന് ശേഷം അങ്ങോട്ടുള്ളതിൽ എന്തുണ്ട്? അള്ളാഹുവിന്റെ സിഫത്തുകളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും പ്രതിപാദിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇത് ഏറ്റവും ശ്രേഷ്ഠമായ സൂറത്ത് ആയിത്തീരുന്നത്. ഇതേപോലെ ഹദീസുകളിൽ നമുക്ക് കാണാം, ഖുൽ ഹുവല്ലാഹു അഹദ് എന്നത് വിശുദ്ധ ഖുർആനിന്റെ 1/3 ഭാഗത്തോട് തുല്യമായി തീരുന്നു. ഏത്? സൂറത്തുൽ ഇഖ്ലാസ്. ഖുൽ ഹുവല്ലാഹു അഹദ് എന്ന സൂറത്ത് വിശുദ്ധ ഖുർആനിന്റെ 1/3 തുല്യമാണ്. എന്ന് അതിന്റെ പദവി വിശദീകരിക്കാനാണ്. അപ്പൊ ഇത് വെച്ചിട്ട് ഒരാള് 3 വട്ടം ഖുൽ ഹുവല്ലാഹു അഹദ് സൂറത്ത് ഓതിയാൽ 1 വട്ടം ഖുർആൻ ഓതുന്നതിന് തുല്യാവോ? അല്ലെങ്കിൽ ഖുർആൻ ഓതുന്നതിന് പകരം 3 വട്ടം ഖുൽ ഹുവല്ലാഹു ഓതിയാൽ മതിയോ? അതുപോരാ, അത് വേറെ. ഇതതിന്റെ ശ്രേഷ്ഠത വിശദീകരിക്കാനാണ് എന്ന് ഈ ഹദീസിന്റെ വിശദീകരണത്തിൽ പണ്ഡിതന്മാർ പറഞ്ഞത് കാണാം. ഒരാളോട് അയാൾ സാധാരണ നമസ്കാരത്തിൽ മറ്റു സൂറത്തുകൾ ഓതുന്നതിന്റെ മുന്നേ സൂറത്തുൽ ഇഖ്ലാസ് പാരായണം ചെയ്യുമായിരുന്നു. അങ്ങനെയുള്ള ആള് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്നി ലഉഹിബ്ബുഹ ലിഅന്നഹാ സിഫത്തുർ റഹ്മാൻ. ഞാൻ ഫാത്തിഹ കഴിഞ്ഞ് പിന്നെ വേറെ സൂറത്ത് ഓതുന്നതിന് മുമ്പ് സൂറത്തുൽ ഇഖ്ലാസ് ഓതുന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ആളുകളൊന്ന് പരാതി പറയുന്നുണ്ട്. ഇയാള് സൂറത്ത് ഓതുന്നതിന് മുമ്പ്
സൂറത്തുൽ ഇഖ്ലാസ് ഓതും പലപ്പോഴും എന്ന് പരാതി പറഞ്ഞപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തെ ചോദിക്കുകയാണ്. അപ്പൊ അദ്ദേഹം പറയാൻ, ആ സൂറത്ത് എന്ന് പറയുന്നത് ഞാൻ വളരെയധികം ഇഷ്ടപ്പെടുന്നു. കാരണം അള്ളാഹുവിന്റെ സിഫത്താകുന്നു, അള്ളാഹുവിന്റെ വിശേഷണമാണ് ഈ സൂറത്തുൽ ഇഖ്ലാസിലുള്ളത്. നേരത്തെ പറഞ്ഞല്ലോ, തൗഹീദുൽ ഇൽമിയൻ, വൈജ്ഞാനികമായ ഏകത്വം, അള്ളാഹു ആരാണ് എന്ന് ഇൽമിയായി പഠിപ്പിക്കാൻ. അതുകൊണ്ട് ആണ് അഹദ്, സ്വമദ്, ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ്, ഇതൊക്കെ അള്ളാഹുവിനെ കുറിച്ച് പറയുന്നതാണ്. അതുകൊണ്ടാണ് അള്ളാഹുവിന്റെ സിഫത്താണ്, അള്ളാഹു ആരാണ് എന്ന വിശേഷണമാണ് ആ സൂറത്ത് എന്നതുകൊണ്ടാണ് ഞാനത് ഇഷ്ടപ്പെടുന്നത്. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ഓതാറുള്ളത്. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ മറുപടി പറഞ്ഞ സൂറത്തുൽ ഇഖ്ലാസിനെ ഇഷ്ടപ്പെടുന്ന സഹാബിയോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സന്തോഷ വാർത്തയെ അറിയിച്ചത് ബി അന്നല്ലാഹ യുഹിബ്ബുഹു, തൗഹീദിന്റെ ഈ സൂറത്ത് ഇഷ്ടപ്പെട്ട് അത് ഓതുന്ന ആളെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇഷ്ടപ്പെട്ടിരിക്കുന്നു എന്ന് അയാളോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സന്തോഷ വാർത്ത അറിയിക്കുകയുണ്ടായി. അപ്പോ തൗഹീദിന്റെ സൂറത്തിനെ ഇഷ്ടപ്പെടുന്നവനെ അള്ളാഹു ഇഷ്ടപ്പെട്ടു. അപ്പോ ഇവിടെ പറഞ്ഞ 3 കാര്യങ്ങൾ: ഒന്ന് ആയത്തുൽ കുർസി, അഅലമു ആയ; പിന്നെ സൂറത്തുൽ ഫാത്തിഹ, അഅലമു സൂറ, ഏറ്റവും മഹത്തായ സൂറത്ത്; പിന്നെ സൂറത്തുൽ ഇഖ്ലാസ്, തൗഹീദിന്റെ സൂറത്ത് എന്നറിയപ്പെടുന്ന സൂറത്തുൽ ഇഖ്ലാസ്, അത് ഇഷ്ടപ്പെടുന്നവനെ അള്ളാഹു ഇഷ്ടപ്പെട്ടു എന്ന് പറയുന്നതും. അപ്പൊ ഇതൊക്കെ തൗഹീദുമായി ബന്ധപ്പെട്ടതും അള്ളാഹുവിനെ മനസ്സിലാക്കേണ്ടതും, അത് മനസ്സിലാക്കാൻ അള്ളാഹുവിന്റെ ഇസ്മുകളും സിഫത്തുകളും പഠിച്ചുകൊണ്ടായിരിക്കണം. അങ്ങനെയാണ് നമ്മുടെ തൗഹീദിന്റെ കെട്ടിടത്തെ നാം പടുത്തുയർത്തേണ്ടത് എന്ന് ബോധ്യപ്പെടുത്താൻ വേണ്ടിയാണ്. ഇതിലൂടെ അള്ളാഹു സുബ്ഹാനഹു വ തആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു തന്നത് എന്താണ്? ഈ പറഞ്ഞ ആയത്തുകളുടെയും അതുപോലത്തെ ഹദീസിലൂടെയും ഒക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിരുന്നത് അന്നല്ലാഹ യുഹിബ്ബു മൻ യുഹിബ്ബു ദിക്റ സിഫാത്തിഹി സുബ്ഹാനഹു വ തആല വഹാദാ ബാബുൻ വാസിഅ. അള്ളാഹുവിന്റെ സിഫത്തുകൾ പറയുക, പേരുകൾ പഠിക്കുക എന്നത് ഇഷ്ടപ്പെടുന്നവനെ അള്ളാഹു ഇഷ്ടപ്പെടുന്നു എന്ന കാര്യമാണ്. വഹാദാ ബാബുൻ വാസിഅ. അള്ളാഹുവിനെ, അള്ളാഹുവിന്റെ ഇസ്മുകളും സിഫത്തുകളും അവന്റെ ഗുണങ്ങളുമൊക്കെ പറയുകയും പഠിക്കുകയും ചെയ്യുക എന്ന് പറയുന്നത് ബാബുൻ വാസിഉൻ, വിശാലമായ ഒരു ബാബാണ്, അധ്യായമാകുന്നു ഇത്. അതുകൊണ്ട് തന്നെ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ വ്യക്തമായ തെളിവാണ്. എന്തിന്? ഈ പറയുന്ന ശ്രേഷ്ഠമായ അറിവിന്റെ പ്രാധാന്യത്തെ മനസ്സിലാക്കുവാൻ. ഏതവിടെ ശ്രേഷ്ഠമായ ഇൽമ് എന്നുള്ളത്? ശ്രേഷ്ഠമായ ഇൽമ് ദീൻ പഠിക്കലാണ്. ദീൻ പഠിക്കുക എന്നതിൽ തന്നെ ഏറ്റവും ശ്രേഷ്ഠമായ അറിവ് എന്ന് പറയുന്നത് അള്ളാഹുവിനെ അവന്റെ അസ്മാ സിഫാത്തിലൂടെ പഠിക്കുക എന്നതാണ്. അപ്പൊ അതിന്റെ പ്രാധാന്യം മനസ്സിലാക്കാൻ വ്യക്തമായ തെളിവാണ് ഇപ്പറഞ്ഞ കാര്യങ്ങളൊക്കെ. അതുപോലെ തന്നെ അള്ളാഹുവിന്റെ കാര്യങ്ങളുടെ മഹത്വവും അതുകൊണ്ടുണ്ടാകുന്ന ഖൈറാത്ത്, നന്മകളുടെ ആധിക്യവും, അത് പഠിക്കുന്നതിലൂടെ ഉണ്ടായിത്തീരുന്ന അവായിദുകൾ എന്നാൽ ആ പഠനത്തിന്റെ ഫലമായി നമുക്ക് തന്നെ തിരിച്ചു വരുന്ന, നമ്മളിലേക്ക് മടങ്ങി വരുന്ന, ഇഹത്തിലും പരത്തിലും കിട്ടുന്ന നേട്ടങ്ങൾ, ഇതിന്റെയൊക്കെ പ്രാധാന്യങ്ങൾ ഇപ്പറഞ്ഞതിലൂടെ മനസ്സിലാക്കാൻ സാധിക്കും. ഈ ഒരു അറിവ് നേടുക എന്ന് പറയുന്നത് ഈമാനിന്റെ ഉസൂലുകളിൽപ്പെട്ട, അടിസ്ഥാനങ്ങളിൽപ്പെട്ട ഒരു അടിസ്ഥാനമാണ്. മതത്തിന്റെ സ്തംഭം, റുക്നുകളിൽപ്പെട്ട ഒരു റുക്നാകുന്നു. അതുപോലെ തന്നെ ഇസ്ലാമാകുന്ന മില്ലത്തിന്റെ, ആദർശത്തിന്റെ, മതത്തിന്റെ അടിത്തറകളിൽപ്പെട്ട ഒരു അടിത്തറയുമാണ്. അപ്പൊ നോക്കൂ, അസ്ല്, റുക്ന്, അസാസ്, ഇതൊക്കെ പറഞ്ഞ എന്തിനെ കുറിച്ചാ? അള്ളാഹുവിനെ അവന്റെ ഇസ്മിലൂടെയും സിഫത്തിലെയും പഠിക്കുക എന്നതിനെ സംബന്ധിച്ചാണ്. അപ്പൊ ഈ അസ്ലില്ലെങ്കിൽ സംഗതി നിലക്കുവോ? തൂണ്, സ്തംഭമില്ലെങ്കിൽ കെട്ടിടം നിലനിൽക്കുവോ? ഇല്ല. തറ നന്നായില്ലെങ്കിൽ കെട്ടിടം നിലനിൽക്കുവോ? ഇല്ല. അപ്പൊ ഇവിടെ 3 കാര്യങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് സൂചിപ്പിച്ചിട്ടുണ്ട്. ഈ പറയുന്ന അസ്ലിന്റെയും റുക്നിന്റെയും അസാസിന്റെയും അടിസ്ഥാനത്തിലാണ് മതത്തിന്റെ മഖാമാത്തി ദീനി റഫീഅ, മതത്തിന്റെ അത്യുന്നതമായ എല്ലാ സ്ഥാനങ്ങളും അല്ലെങ്കിൽ പദവികളും നിർമ്മിക്കപ്പെടേണ്ടത്. മതത്തിന്റെ ഉന്നതമായ സ്ഥാനങ്ങൾ അവയും നിർമ്മിക്കേണ്ടത് ഈ ഒരു അടിസ്ഥാനത്തിലായിരിക്കണം. മനുഷ്യന്റെ കാര്യങ്ങൾ ശരിയായി തീരുക എന്ന് പറയുന്നത്, അതുപോലെ തന്നെ മനുഷ്യന്റെ അവസ്ഥ നന്നായി തീരുക എന്ന് പറയുന്നത് ഈ പഠനമില്ലാതെ തന്നെ സൃഷ്ടിക്കുകയും അതുപോലെ തന്നെ ഉണ്ടാക്കുകയും രൂപപ്പെടുത്തുകയും റിസ്ക് നൽകുകയും ചെയ്യുന്ന സൃഷ്ടാവായ അള്ളാഹുവിനെ കുറിച്ച് പഠിക്കാതെ എങ്ങനെയാണ് മനുഷ്യന്റെ അവസ്ഥ നന്നായി തീരുക? മനുഷ്യന്റെ കാര്യങ്ങൾ നേരെ ചൊവ്വേ ആയിത്തീരുക എങ്ങനെയാണ്? അപ്പൊ മനുഷ്യന്റെ സ്ഥിതിഗതികളും അവസ്ഥകളും ദുനിയാവിലും ആഖിറത്തിലും നന്നാകണമെങ്കിൽ തന്നെ സൃഷ്ടിച്ചവനായ റബ്ബാരാണെന്നും അവന് എന്തൊക്കെ കഴിവുകളും ഗുണങ്ങളും വിശേഷണങ്ങളും പ്രവർത്തനങ്ങളും മഹത്വങ്ങളും ഉണ്ടെന്നും പഠിച്ചാൽ മാത്രമേ നമ്മുടെ ദീനും നമ്മുടെ കാര്യങ്ങളും ശരിയായി തീരുകയുള്ളൂ. ഈ കാര്യങ്ങൾ അള്ളാഹുവിന്റെ അത്യുത്തമ നാമങ്ങളിലൂടെയും അത്യുന്നതമായ വിശേഷണങ്ങളിലൂടെയും അവന്റെ പരിപൂർണമായ ഗുണഗണങ്ങളിലൂടെയും മനസ്സിലാക്കാതെ ഇതൊന്നും പൂർണ്ണമാവുകയില്ല.
അള്ളാഹുവിന്റെ ഈ പറയുന്ന വിശേഷണങ്ങൾ, ഗുണങ്ങൾ എന്ന് പറയുന്നത് അള്ളാഹുവിന്റെ പൂർണ്ണതയെയും അവന്റെ മഹത്വത്തെയും അവന്റെ മാഹാത്മ്യത്തെയുമെല്ലാം സൂചിപ്പിക്കുന്നവയാണ്. ഇതിലൂടെയായിരിക്കണം സൃഷ്ടാവായ അള്ളാഹുവിനെ പഠിക്കേണ്ടത്. അങ്ങനെ പഠിച്ചിട്ടില്ലെങ്കിൽ നമ്മുടെ പഠനവും നമ്മുടെ മതവും നമ്മുടെ കാര്യവും നന്നായി തീരുകയില്ല. ആ പഠനത്തിലൂടെ അള്ളാഹുവാണ് യഥാർത്ഥ ആരാധ്യനെന്നും ആരാധനക്കർഹനായി അവനല്ലാതെ മറ്റാരുമില്ലെന്നും മനസ്സിലാക്കുകയും ചെയ്യാതെ അവന്റെ ദീൻ നന്നായി തീരുകയില്ല. എന്നാൽ മനുഷ്യരിൽ ഏറെ പേരും ശഗലഹും മാ ഖുലിഖലഹും അമ്മാ ഖുലിഖൂ ലഹു, ഇത് നല്ലൊരു പ്രയോഗമാണ്. മനുഷ്യരെ വ്യാപൃതരാക്കിയത്, മനുഷ്യൻ എന്തിനു വേണ്ടി സൃഷ്ടിക്കപ്പെട്ടുവോ ആ സൃഷ്ടിക്കപ്പെട്ട ലക്ഷ്യം നേടുന്നതിൽ നിന്ന് മനുഷ്യനെ വ്യാപൃതമാക്കി കളഞ്ഞത് അല്ലെങ്കിൽ അശ്രദ്ധമാക്കിയത് മനുഷ്യർക്ക് വേണ്ടി അള്ളാഹു സൃഷ്ടിച്ചതെന്തോ അതാണ്. എന്നാൽ മനുഷ്യർക്ക് വേണ്ടി അള്ളാഹു സൃഷ്ടിച്ചത് ദുനിയാവിലെ വിഭവങ്ങളാണ്. മനുഷ്യർക്ക് വേണ്ടി എന്നാൽ മനുഷ്യൻ ഉപയോഗിക്കണം, ജീവിക്കണം, അവന്റെ ആരോഗ്യം നന്നാവണം, വിശപ്പ് മാറണം, ദാഹം മാറണം, വീടുണ്ടാക്കണം, അവന്റെ കുടുംബത്തെ പോറ്റണം. ഇതിനു വേണ്ടി അള്ളാഹു ഭൂമിയും അതിലുള്ള വസ്തുക്കളൊക്കെ സൃഷ്ടിച്ചു. ഇത് മനുഷ്യർക്ക് വേണ്ടി സൃഷ്ടിച്ചതാണ്. മനുഷ്യനെ അള്ളാഹു എന്തിനു വേണ്ടിയാ സൃഷ്ടിച്ചത്? അള്ളാഹുവിനെ മനസ്സിലാക്കുവാനും അതിലൂടെ അള്ളാഹുവിനെ മാത്രം ആരാധിക്കാനും വേണ്ടി. ആ ലക്ഷ്യം നേടുന്നതിന് പകരം അത് പഠിക്കുന്നതിൽ നിന്ന് മനുഷ്യന്റെ ശ്രദ്ധ തെറ്റിച്ചു കളഞ്ഞത്, അവനെ അശ്രദ്ധമാക്കിയത് മനുഷ്യർക്ക് വേണ്ടി അള്ളാഹു സൃഷ്ടിച്ച ഈ ഭൂമിയിലെ വിഭവങ്ങളാണ്. അപ്പൊ അങ്ങോട്ടെത്താനാണ്, അള്ളാഹുവിലേക്ക് എത്താനാണ് അള്ളാഹു ഭൂമിയിൽ വിഭവങ്ങൾ തന്നത്. എന്നാൽ ആ ലക്ഷ്യം മറന്ന് ലക്ഷ്യത്തിലേക്ക് എത്താൻ ജീവിക്കാൻ വേണ്ട താൽക്കാലിക വിഭവമായി തന്നത് മനുഷ്യൻ ലക്ഷ്യമായി കണ്ടു. ലക്ഷ്യം എവിടെ കിടക്കുന്നു? ഈ പഠനത്തിലൂടെ അള്ളാഹുവിനെ മനസ്സിലാക്കുക എന്നുള്ളത്. അപ്പോ ആ ലക്ഷ്യത്തിലേക്ക് പോകാതെ ചക്കയിലൊട്ടി എന്ന മാതിരി ഈ ലക്ഷ്യം മറന്നിട്ട് മനുഷ്യൻ ദുനിയാവിലൊട്ടി. ഇതിപ്പോ നമ്മൾ ആരെയോ കുറിച്ചാണ് ഈ പറയുന്നത് എന്ന് ആലോചിക്കണ്ട. നമ്മൾ എത്ര കാലമായി തൗഹീദിന്റെ ആളുകളാണ്, യഥാർത്ഥ തൗഹീദിന്റെ ആളുകളാണ്, യഥാർത്ഥ അഹ്ലുസുന്നത്താണ്, യഥാർത്ഥ സലഫികളാണ്, ഞങ്ങളാണ് യഥാർത്ഥ സലഫികൾ എന്ന് അവകാശപ്പെടുന്ന ആരൊക്കെ ഉണ്ടോ അവരൊക്കെ, അത് സംഘടനയാണെങ്കിലും സംഘടനയില്ലാത്തവരാണെങ്കിലും നമ്മളൊക്കെ പരിശോധിക്കുക. നമ്മളിപ്പം ആ സംഘടനയുടെ ഏടാകൂടങ്ങളൊക്കെ വിട്ടിട്ട് പോന്നിട്ട് 2012, 2013 വർഷമായി. ഈ 13 കൊല്ലത്തിനിടക്ക് അള്ളാഹുവിന്റെ എത്ര നാമങ്ങളെ കുറിച്ച് പഠിക്കാൻ, അതിലൂടെ അള്ളാഹുവിന്റെ സിഫത്തുകളെ കുറിച്ച് പഠിക്കാൻ എത്ര ക്ലാസുകൾ നമ്മൾ നടത്തിയിട്ടുണ്ട്. ഇനി വല്ല ക്ലാസുകളും നടന്നിട്ടുണ്ടെങ്കിൽ അതിൽ എത്ര നമ്മൾ കേട്ടിട്ടുണ്ടെങ്കിൽ ആ കേട്ടതനുസരിച്ച് എത്ര അറിവ് നമ്മൾ നേടിയിട്ടുണ്ട്. അറിവ് നേടുന്നിടത്ത് നിൽക്കില്ല. ആ അറിവിലൂടെ ലി തഅബുദൂഹു, അള്ളാഹുവിനെ ആരാധിക്കണമെന്നാണ്. അപ്പൊ എത്ര കണ്ട് അള്ളാഹുവിനെ കുറിച്ച് അവന്റെ നാമങ്ങളിലൂടെ പഠിക്കുന്നുവോ അത്ര കണ്ട് നമ്മുടെ ഇബാദത്ത് തൗഹീദിന്റെ അടിസ്ഥാനത്തിലാവുകയും അത് പരിപൂർണമായി തീരുകയും ചെയ്യുന്നു. ആ അറിവ് എത്ര കണ്ട് പരിമിതമാകുന്നുവോ അതിനനുസരിച്ച് നമ്മുടെ ദീനാകുന്ന സ്ഥാപനം പരിമിതപ്പെടുന്നു. അതനുസരിച്ച് നമ്മുടെ അമലുകളുടെ ദർജകൾ കുറഞ്ഞു വരുന്നു. അതുകൊണ്ട് നമ്മുടെ പൂർണ്ണതയും കുറഞ്ഞു പോകുന്നു. അപ്പൊ നമ്മൾ ഇതിന്റെ പഠനത്തിനനുസരിച്ചാണ് നമ്മുടെ ദീൻ എന്ന് പറയുന്ന കെട്ടിടം ഉന്നതമാകുന്നത്, നമ്മൾ പൂർണ്ണയിലെത്തുന്നത്. എത്ര കണ്ട് കുറയുന്നുവോ അപ്പുറം താഴോട്ടാണ്. അപ്പൊ നമ്മൾ നമ്മോട് ചോദിച്ചു നോക്കുക, എത്ര കണ്ട് അപ്പുറത്തൊക്കെ വിട്ടാളി, നമ്മൾ ശരിയായ ബാന്ധാവിലേക്ക് എന്നിട്ടാണ് സംഘടനയെ ഇടാകൂടൊക്കെ വിട്ടുപോകുന്നത്. എന്നിട്ട് എത്ര പഠിച്ചത് എത്ര കണ്ട് പ്രാവർത്തികമാക്കാൻ നമുക്ക് സാധിച്ചു? നമ്മൾ ഓരോരുത്തരും, ഞാനടക്കം നമ്മൾ ഓരോരുത്തരും നമ്മുടെ മനസ്സുകളോട്, നമ്മുടെ സ്വന്തത്തോട് ചോദിക്കുക. അതുകൊണ്ട് തന്നെ മനുഷ്യൻ എന്തിനു വേണ്ടി സൃഷ്ടിക്കപ്പെട്ടുവോ ആ സൃഷ്ടിക്കപ്പെട്ട കാര്യം മനസ്സിലാക്കാതെ മനുഷ്യന്റെ നിലനിൽപ്പിനായി അള്ളാഹു സൃഷ്ടിച്ച ഭൂമിയിൽ അവൻ ഒട്ടിപ്പോയി എന്നതാണ് ഏറെ ആളുകളെയും ബാധിച്ചിരിക്കുന്നത്. അതിനെക്കുറിച്ച് അള്ളാഹു നൽകുന്ന താക്കീതാണ്, യാ അയ്യുഹല്ലദീന ആമനു ലാ തുൽഹികും അംവാലുകും വലാ ഔലാദുകും അൻ ദിക്രില്ലാ. വിശ്വാസികളെ, മനുഷ്യരെ എന്ന് വിളിച്ച പലതുണ്ട്, മനുഷ്യരെ അല്ല, ഇവിടെ വിശ്വാസികളെ എന്ന് വിളിച്ചിട്ട് പറയാൻ. അപ്പൊ തൗഹീദുള്ള ഖുർആന്റെ ആളുകളാണെന്ന് പറയുന്ന, ഞങ്ങളാണ് യഥാർത്ഥ വിശ്വാസികൾ എന്ന് പറയുന്ന മനുഷ്യന്മാരെ, വിശ്വാസികളെ, ലാ തുൽഹികും അംവാലുകും വലാ ഔലാദുകും അൻ ദിക്രില്ലാ. അള്ളാഹുവിനെ സ്മരിക്കുക, ഓർക്കുക എന്ന് പറയുന്നതിൽ നിന്ന് നിങ്ങളുടെ സമ്പാദ്യങ്ങളും നിങ്ങളുടെ സന്താനങ്ങളും നിങ്ങളെ അശ്രദ്ധമാക്കാതിരിക്കട്ടെ. ദുനിയാവ് എന്ന് പറഞ്ഞാൽ രണ്ട് കാര്യമാണ്. ഒന്ന് സ്വത്ത്, കുടുംബം. ഇത് രണ്ടുമാണ് നേരത്തെ പറഞ്ഞ മനുഷ്യർക്ക് വേണ്ടി സൃഷ്ടിക്കപ്പെട്ടത്. അതിൽ മനുഷ്യൻ വ്യാപൃതരായി. അപ്പൊ അതിന് അള്ളാന്റെ താക്കീതാണ്, നിങ്ങളുടെ സ്വത്ത്, നിങ്ങളുടെ സമ്പാദ്യം, ഇത് രണ്ടും നിങ്ങളെ അശ്രദ്ധമാക്കരുത്. എന്തില്ലെന്ന്? അള്ളാഹുവിനെ ഓർക്കുന്നതില്ലെന്ന്. വമൻ യഫ്അൽ ദാലിക്, ആരെങ്കിലും അങ്ങനെ ചെയ്താൽ, എങ്ങനെ ചെയ്താൽ? അള്ളാഹുവിനെ ഓർക്കുന്നതിൽ നിന്ന്, സ്മരിക്കുന്നതിൽ നിന്ന്, പഠിക്കുന്നതിൽ നിന്ന്, മനസ്സിലാക്കുന്നതിൽ നിന്ന്, അങ്ങനെ അള്ളാഹുവിനെ ആരാധിക്കുന്നതിൽ നിന്ന് സ്വത്തും സന്താനങ്ങളും നിങ്ങളെ തടയുന്നുവോ, ആരെ തടഞ്ഞുവോ അവർ ഫഉലൈക ഹുമുൽ ഖാസിറൂൻ, അക്കൂട്ടർ തന്നെയാകുന്നു
നഷ്ടം പ്രാപിച്ചവർ. അപ്പൊ നഷ്ടക്കാർ എന്ന് പറഞ്ഞാൽ ഈ കച്ചവടത്തിൽ പരാജയപ്പെട്ടവരാണ്, ദുനിയാവിൽ ഒട്ടിപ്പോയവർ, അള്ളാഹുവിന്റെ ദിക്ർ വിട്ടവർ. വല്ലാഹുൽ മുസ്തആൻ വൽ മുവഫ്ഫിഖു ലികുല്ലി ഖൈറിൻ. അള്ളാഹുവിൽ അഭയം, അവനിൽ സഹായം തേടുന്നു, അവനാകുന്നു ഖൈറിന് തൗഫീക്ക് നൽകുന്നവൻ. അവിടെ അവസാനിപ്പിക്കാം. അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ ഇൽമിന്റെ പദവി മനസ്സിലാക്കി അങ്ങനെ അള്ളാഹുവിനെ ആരാധിക്കുന്ന യഥാർത്ഥ വിശ്വാസികളായി മാറാൻ ഷെയ്ഖ് പ്രാർത്ഥിച്ചതുപോലെ ആ തൗഫീഖ് ലഭിക്കുന്ന ആളുകളിൽ ഉൾപ്പെടാൻ നമ്മളും പ്രാർത്ഥിക്കുക, പ്രവർത്തിക്കുക. അള്ളാഹു കൂട്ടിൽ നമ്മെ ഉൾപ്പെടുത്തുമാറാകട്ടെ. സുബ്ഹാനകല്ലാഹുമ്മ ബിഹംദിക അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വ അത്തൂബു ഇലൈക്.